ഞങ്ങള് ഇവിടുത്തെ മുജാഹിദുകൾക്ക് കൊടുത്തപ്പോൾ ഒരു കത്ത് കൊടുത്തപ്പോഴേ ആ കത്തിന് ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് മുഹീദ്ദീന്മാരെ സംബന്ധമായി ഞങ്ങളൊരു സംവാദം സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കാൻ വരണം. ഇവിടെ മുജാഹിദുകൾ പരിപാടി വെച്ചപ്പോൾ ഞങ്ങൾ ചോദിക്കാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മൗലവിമാർ വന്നിട്ട് നിങ്ങൾ സാധാരണക്കാരനാന്ന് കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല, വരാൻ പറ്റില്ല, ചോദിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഞങ്ങൾ മുജാഹിദ് ഇവിടെ പരിപാടി വെച്ചപ്പോഴേ ഞങ്ങളെ പ്രവർത്തകർ ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കാൻ അനുവദിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നു 156 വരികളുള്ള മുഹീദ്ദീൻ മാലയിലെ ഏതെങ്കിലും വരിയിൽ ഇസ്ലാമിക ഗ്രന്ഥമായി ഒന്നുമില്ല, അതുണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് കാണിച്ചെന്നാൽ ഞങ്ങളത് ഇസ്ലാമികമായ പ്രമാണം കൊണ്ട് സമർത്ഥിക്കാം. അങ്ങനെയുള്ള ചോദ്യോത്തരമാണ് ഇവിടെ. ഇൻഷാ അല്ലാഹ് ആ കത്തി ഞങ്ങൾ കൊടുത്ത കത്തിന് തന്ന മറുപടി ഇവിടെ കയ്യിലുണ്ട്. ഇനി ഇദ്ദേഹം ചോദിച്ച ചോദ്യം 156 വരിയിലുള്ള ഒരൊറ്റ വരിയെ പറ്റിയല്ല ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, മറിച്ച് നിങ്ങളൊരു സംവാദത്തിനുണ്ടോന്നല്ലേ? ഉണ്ട്, സംവാദത്തിനുണ്ട്, തയ്യാറാണ്, സംവാദത്തിന് തയ്യാറാണ്, സംവാദത്തിന് തയ്യാറാണ്. പോരെ? അപ്പൊ ആ വിഷയമാണ് നിർത്തുക. ഇനി എങ്ങനെയാ സംവാദം നടത്തേണ്ടത്, എവിടെയാണ് നടത്തേണ്ടത്, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് തീരുമാനിക്കാം, അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കാം. മുഹീദ്ദീന്മാരെ പറ്റി ചോദ്യം വരട്ടെ. ആൺകുട്ടികൾ മുഹീദ്ദീന്മാരുടെ ബൈത്തുകളെ പറ്റി ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഉസ്താദ് പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ മുജാഹിദുകൾ നടത്തിയ പരിപാടിയില് മൈക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ഇതേപോലെ ചോദ്യത്തിന്റെ സെക്ഷൻ അല്ലായിരുന്നു, ഗണ്ണന പ്രസംഗമായിരുന്നു. നബിദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുന്ന് ഖണ്ഡനമായിട്ട് ഇവിടുന്ന് നടന്ന ഒരു പ്രഭാഷണ പരിപാടിയായിരുന്നു അത്. അതിന് ആ സ്റ്റേജിൽ നിന്ന് തന്നെ ഇതിനെ ഗണ്ണിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടും അതിന് ഖണ്ഡനം വെക്കാതെ ഇപ്പൊ മുഹീദ്ദീൻ മാല എന്നുള്ള സംവാദവുമായിട്ട് മുഖാമുഖമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ഇനി അതിന് ഇവർ മറുപടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് മറുപടി വെക്കാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറാണ്. അതുപോലെ ഇതിനും ഈ പരിപാടിക്ക് ഇപ്പൊ പറഞ്ഞതുപോലെ ഇതിനുള്ള സംവാദത്തിന് തയ്യാറാണ് എങ്കിൽ അതിന് വ്യവസ്ഥ എഴുതാൻ മുജാഹിദ് പക്ഷം തയ്യാറാണ്. ഉസ്താദ് പരസ്യമായിട്ട് ആ ഡേറ്റൂടെ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഖൈറായിരുന്നു, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ആ ചർച്ച ജനങ്ങൾ അറിയുക കൂടി ചെയ്യട്ടെ. ആ വ്യവസ്ഥ പിന്നെ കമ്പിന്റെ മോനെ എന്താ ഇങ്ങനെ ഒരു സംസ്കാരമില്ലാത്ത കെട്ടിട്ടുള്ളത്? നിങ്ങൾ എന്തായാലും മര്യാദാക്കാതെ. അയാൾ എത്ര ഞങ്ങൾ മാന്യമായി തരുന്നുണ്ട്, എത്ര മാന്യമായിട്ട് മയക്കാണ്ട് മിണ്ടാതിരിക്കണോ? എത്ര മാന്യമായിട്ടാണ് മയക്കുന്നത്. ഇപ്പൊ ഈ ചോദ്യം മൊയ്തീൻ മാലയിലെ 156 ബൈത്തിനെ പറ്റിയല്ലോ. മുഹീദ്ദീൻ മാലയിൽ 156 ബൈത്തുണ്ട്. ആ ബൈത്തിൽ ഇസ്ലാമിക വിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് എന്റെ വാദം. അതിനെപ്പറ്റി എന്ത് ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം, അതിന് മുഹീദ്ദീൻ മാലിനെ പറ്റി ചോദ്യമൊന്നുമില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മുഹീദ്ദീൻ മാലിനെ പറ്റി ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കുവോ, പ്രമാണ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ട് എന്ന് മട്ടന്നൂരിലോ ഇരിട്ടിയിലോ പരിസരത്തോ ഏതെങ്കിലും മുജാഹിദ് നാരനോ മൗലവിയോ ഇനി അതിന്റെ മേലുള്ള മൗലവി ആരെങ്കിലും ചോദിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ചോദ്യം വിശ്വസമ്മതിയല്ല. ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി അങ്ങനത്തെ ചോദ്യം ചോദിക്കുമെന്ന്. ഞാൻ ഒരു കാര്യം പറയാം. മട്ടന്നൂരിൽ ഞങ്ങൾ മദ്രസ കോമ്പൗണ്ടിൽ, പള്ളി കോമ്പൗണ്ടിൽ നബിദിനാഘോഷം എന്ന പേരിൽ SYSന്റെ സ്റ്റേറ്റ് ക്യാമ്പയിന്റെ ഭാഗമായി നബിദിനാഘോഷം ഒരു തുറന്ന പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു പള്ളി കോമ്പൗണ്ടിൽ. ഞങ്ങൾ അവിടെ 3/4 മണിക്കൂറിൽ താഴെ പ്രസംഗിച്ചു. 1.5 മണിക്കൂറിലേറെ ആളുകൾക്ക് സ്വദേശത്തോടെ വളരെ വിശാലമായി ചോദിക്കാൻ അവസരം കൊടുത്തു. മട്ടന്നൂരിന്റെ പരിസരത്തുള്ള NDF സുഹൃത്തുക്കൾ വരെ ഞങ്ങളോട് ചോദിക്കാൻ എത്ര നേരം അവർക്ക് മൈക്ക് കൊടുത്തെന്നറിയോ? ചോദിച്ചു. സന്തോഷത്തോടെ മറുപടി തൃപ്തികരമാണെന്ന് പറഞ്ഞു പോയി. എന്നിട്ട് അതിന് മറുപടി എന്നോണം ഒരുപാട് ചോദ്യങ്ങൾ ഇട്ടുകൊണ്ട് ടൗണിലൊട്ടാകെ പ്രചരിപ്പിച്ചൊരു മറുപടി എന്നോണം ഇവിടെ വെച്ചു. ഞങ്ങൾ മനസ്സിലാക്കുന്നു, സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഒരു തുറന്ന് നബിദിനാഘോഷത്തെപ്പറ്റി വാട്സാപ്പിലും മറ്റും നിങ്ങൾ പലതും പ്രചരിപ്പിക്കുന്നതിനിടയിൽ ആളുകൾക്ക് അതൊക്കെ വെച്ച് തുറന്ന് ചോദിക്കാൻ ചതുർപ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മറുപടി പറയാൻ തയ്യാറായ ഞങ്ങൾക്ക് മറുപടി പറയുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്? ഞങ്ങൾക്കും ചോദിക്കാൻ അവസരം തരണ്ടേ? ഇല്ലേ? അങ്ങനെയല്ലേ ഞങ്ങൾ വേണ്ടത്? അതിന് ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ തന്നെ പ്രസംഗം നടത്തുന്നത് എന്ന് പറഞ്ഞതിൽ അർത്ഥമുള്ളത്. ആ ബുദ്ധിശൂന്യതയും ആ അർത്ഥശൂന്യതയാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. മുജാഹിദുകളോട് എടുത്ത് വീണ്ടും കാണിക്കുക. ഞങ്ങൾ തുറന്ന പരിപാടി ചുരുങ്ങിയ സമയം നബിദിനാഘോഷത്തിന്റെ ഇസ്ലാമിക പ്രമാണികതകൾ വെളിപ്പെടുത്തുകയും അതിനുശേഷം വളരെ കൃത്യമായി മനസ്സിലാക്കുക, അതിനുശേഷം
1.5 മണിക്കൂറിലേറെ സമയം അതിക്രമിച്ചിട്ടു. പിന്നെയും ആളുകൾ ചോദിച്ചപ്പോൾ പിന്നെയും അവസരം കൊടുത്തു. സുന്നികളും സുന്നിയല്ലാത്ത ആളുകളൊക്കെ ചോദ്യം ചോദിക്കാൻ അവസരം തന്ന സ്ഥിതിക്ക് അതിന് മറുപടി വെക്കുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ വെക്കണമായിരുന്നു. അതിന് നിങ്ങൾ ചങ്കൂറ്റവും ധൈര്യവും കാണിക്കാത്തതാണ് ഞങ്ങൾ ഇവിടെ എടുത്തു പറയുന്നത്. ഇനി ഞാൻ പറയാം, ഞങ്ങളിവിടെ വിഷയം മുഹിയുദ്ദീൻ മാലയാണ്. ഇപ്പൊ മുജാഹിദുകൾ ജിന്നും ഇൻസുമൊക്കെ പിളർന്ന് തമ്മിലടിച്ച് പല ഗ്രൂപ്പുകളാക്കി പരസ്പരം മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നാറി നിൽക്കുന്ന അവസ്ഥയിൽ മുജാഹിദുകൾ തലവന്തിക്കാൻ വേണ്ടിയുള്ള ഒരു രക്ഷാകവചമാക്കി പല സ്ഥലങ്ങളിലും മുഹിയുദ്ദീൻ മാല ചർച്ചയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെക്കാളും ഒരു പടി മുന്നിൽ കടന്നുകൊണ്ട് മുഹിയുദ്ദീൻ മാല തുറന്നൊരു ചർച്ച, തുറന്ന സംവാദം, ആർക്കും മുഹിയുദ്ദീൻ മാലയെ പറ്റി ചോദിക്കാം. ഈ സുഹൃത്ത് ആരാണ്, എവിടെയാണ്, മുജാഹിദാണെങ്കിൽ ഏത് ഗ്രൂപ്പാണ്, ഒന്നുപോലും ഞങ്ങൾ ചോദിക്കാതെ അവസരം കൊടുത്തു. 2 ചോദ്യവും ഇവിടുത്തെ സാന്ദർഭിക അല്ലെങ്കിൽ സാഹചര്യത്തെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. 156 ബൈത്തുണ്ട്, ഖാദി മുഹമ്മദ് രചിച്ച 156 ബൈത്തുണ്ട് മുഹിയുദ്ദീൻ മാല. അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി 1/2 ബൈത്ത് പോലും അതിലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഞങ്ങളത് പ്രമാണം കൊണ്ട് തെളിയിക്കാം. തോൽപ്പിക്കാനൊന്നുമല്ല, ഇത് ഇസ്ലാം ദീൻ. ആരെ തോൽപ്പിക്കാനാ? അള്ളാഹുവിന്റെ ദീനിൽ അതിൽ ഒരു തെറ്റില്ല. അത് പൂർവ്വസൂരികളായ പണ്ഡിതരൊക്കെ അംഗീകരിക്കുകയും പാടുകയും പുകഴ്ത്തുകയും ചെയ്ത മുഹിയുദ്ദീൻ ശൈഖിന്റെ ചരിത്രമാണ്. ഇനി ഇവിടെ അദ്ദേഹം പറഞ്ഞ കമ്പിൽ വ്യവസ്ഥ പോലെയാകരുത്. എന്താ കമ്പിൽ സംഭവിച്ചതും കൂടി കേട്ടോളൂ. കമ്പിൽ എന്താ സംഭവിച്ചതും കൂടി കേട്ടോളൂ. മറ്റന്നാളൊരു സംവാദമുണ്ട്, നേരെ ഇരുന്നുകൊണ്ടൊരു സംവാദം ഓൺലൈനിൽ എല്ലാം നിങ്ങൾക്കൊക്കെ കേൾക്കാം. പേരാമ്പ്രയിൽ നടത്തുന്നുണ്ട്. കമ്പിൽ നടന്നു പറയാം. കമ്പിൽ മുജാഹിദുകൾ പ്രസംഗിച്ചു പോയി. ഞങ്ങൾ ഇതുപോലെ ഈനേക്കാളും 4 ഇരട്ടി വലിപ്പമുള്ള അത്രയും സദസ്സിൽ ഉൾക്കൊള്ളാവുന്ന അത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു നബിദിനാഘോഷം തുറന്ന സംവാദം ഞങ്ങൾ നടത്തി. മുജാഹിദുകളൊക്കെ മാറി ഇങ്ങനെ ഒരൊറ്റൊന്നും ചോദിക്കാൻ വന്നില്ല. ഈ ആണത്തോണ്ടല്ലോ ഇവിടെ കാണിച്ച മുജാഹിദുകൾ നിങ്ങളെ ഞങ്ങൾ പ്രശംസിക്കുന്നു, നിങ്ങളിങ്ങനെ ചോദിക്കാൻ വന്നില്ല. പക്ഷെ മുഹിയുദ്ദീൻ മാലയെ പറ്റി ചോദിക്കണം, ഒരു കുട്ടിയും വന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരു എഴുത്തൊന്നും സംവാദത്തിലുണ്ടോ? ഞങ്ങൾ പറഞ്ഞു സംവാദത്തിലുണ്ട്. ഞങ്ങൾ ഇരുന്ന് വ്യവസ്ഥക്കിരുന്നു. വ്യവസ്ഥക്ക് ഇരിക്കുന്നത് വരെ ഞങ്ങൾ കേന്നമകാരാന്ന് പറഞ്ഞ ആളുകൾ മുമ്പിൽ പറഞ്ഞതിന് പറയാൻ ഞങ്ങൾ കേന്നമെന്ന് എഴുതാൻ പറ്റൂല. ഞങ്ങളെ മുമ്പിൽ വന്നപ്പോഴാ കമ്പിൽ റേഞ്ച് ജമിയത്തുൽ മുഅ്മിനീന്റെ ഭാരവാഹി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നു. ഉസ്താദ് ആരും ഇങ്ങോട്ട് കയറി. അദ്ദേഹം ആ റേഞ്ചിന്റെ ഭാരവാഹിയാണ്. അദ്ദേഹം ഒക്കെ അതിന്റെ സംഘാടകനാണ്. ഞങ്ങൾ സംഘടിപ്പിച്ച് അദ്ദേഹം റേഞ്ചിന്റെ പ്രസിഡന്റാണ്. സോറി കേട്ടാ, അതിന്റെ റേഞ്ചിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ആ യോഗം നടന്നത്. ഞങ്ങളെ മുമ്പിൽ വന്നപ്പോ പറയാ ഞങ്ങള് കേന്ദ്രമൊന്നും നൽകുന്നില്ല, ഞങ്ങൾക്ക് ശരിക്കും അവിടെ നിന്ന് തിരിച്ചു പോകാം. എല്ലാവരും എന്നെ ആക്ഷേപിച്ചു, നിങ്ങൾ എന്തിനാ വിട്ടുകൊടുത്തത്, സംവാദം നടക്കട്ടെ എന്ന രീതിയിൽ ഞങ്ങൾ കേന്ദ്രമൊന്നും വേണ്ട. ഇവർക്ക് എന്തോ പുതിയൊരു സംഘടന ഉണ്ടാക്കുന്നത്, എന്റെ ഒരു പേരിൽ ദയവാവിങ്ങുന്നു, എന്തോ ഒരു പേരിൽ മുജാഹിദ് വിഭാഗം എന്ന് പ്രത്യേകം എഴുതി. ഞങ്ങൾ 2012 വരെയുള്ള കേന്ദ്രമിന്റെ എല്ലാ നിയമങ്ങൾക്കും ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് ലെറ്റർ പേഡിൽ എഴുതിത്തരാമെന്ന കണ്ടീഷനോടെ ഞങ്ങൾ അവരോട് തുടർന്ന് സംസാരിച്ചിരുന്നു. എന്നാ കേൾക്കണോ, ഇന്നേ വരെ ആ ലെറ്റർ പേഡിൽ എഴുതി തന്നിട്ടില്ല. ഉണ്ടോ? ഇന്നേ വരെ ഞങ്ങള് മെയ് 24-ാം തീയതി രാവിലെ 9 മണിക്ക് കമ്പിൽ പരസ്യമായി 2 സ്റ്റേജ് കെട്ടി സംവാദത്തിന് വ്യവസ്ഥ എഴുതി. ഞങ്ങൾ ആ വ്യവസ്ഥക്ക് ഇരുന്നത്, ഞങ്ങൾ സംവാദത്തിന് തയ്യാറായത് 4 വിട്ടുവീഴ്ച കേട്ടിട്ട്. 4 വിട്ടുവീഴ്ച. ഒന്നാമത്തെ വിട്ടുവീഴ്ച കേന്ദ്രമിന്റെ ആളാണെന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ കേന്ദ്രമാണെന്ന് പറയാൻ എഴുതി തരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിട്ടുവീഴ്ച കൊടുത്തതെന്നറിയോ, നിങ്ങൾ കേന്ദ്രമിന്റെ 2012 വരെയുള്ള കേന്ദ്രമിന്റെ എല്ലാ നിലപാടും ഞങ്ങൾക്ക് ബാധ്യസ്ഥമാണ് എന്ന് നിങ്ങൾ എഴുതി തരണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു എല്ലാ നിലപാടും എഴുതി തരൂല, നബിദിനാഘോഷത്തിന്റെ നിലപാട് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ 2002 വരെയുള്ളത് 2012 വരെയുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ബാധകമുള്ളൂ, അവിടെ നിങ്ങോട്ട് ഞങ്ങൾക്ക് ബാധകമല്ല. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, അതും വിട്ടുകൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് ഒരു സംവാദത്തിന് വ്യവസ്ഥ എഴുതി മെയ് 24-ാം തീയതി രാവിലെ ഇൻഷാ അല്ലാഹ് കമ്പിൽ ഞങ്ങൾ ഇരിക്കും, 2 കൂട്ടരിയിരിക്കും. അതുകൊണ്ട് കമ്പില്ല പോലെ ആകണ്ടെന്ന് നിങ്ങൾ പറയണ്ട, മനസ്സിലായില്ലേ? അത് ഒരു മാനസിക സ്വഭാവമല്ല. രണ്ടാമത് ഒന്നും കൂടി പറയാം, ഈ ലെറ്റർ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ ഈ ലെറ്റർ ഇന്നേ വരെ മുജാഹിദുകൾ തന്നിട്ടില്ല.
2012 വരെയുള്ള KNMന്റെ നിലപാട് ഞങ്ങൾക്ക് ബാധ്യമാണ് എന്ന് പറഞ്ഞ് അപ്പം തന്നെ എത്തിരണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പം തന്നെയല്ലേ, യോഗം കഴിയുന്നതിന് മുമ്പ് തരാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു യോഗം കഴിഞ്ഞിട്ടാക്കാന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് വരെ ഒന്നിട്ടുണ്ട് സാർ, ഈ ദിവസം വരെ ആ കത്ത് തന്നിട്ടില്ല. നിങ്ങൾ തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മെയ് 24 തീയതി വരെ. അതുവരെ നിങ്ങൾ മുങ്ങരുത് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് എന്റെ ചോദ്യം ചോദിക്കാൻ വന്ന മറ്റന്നൂർ സുഹൃത്തിനോട് പറയും, ഇത് ഞങ്ങളെ സ്റ്റേജാണ്, ഇത് ഞങ്ങളെ സദസ്സാണ്, ഇത് ഞങ്ങൾ സംഘടിപ്പിച്ചതാണ്. ഈ പരിപാടിന്റെ പേര് മൊഹിയുദ്ദീൻ മാല എന്ന. 2 ചോദ്യം നിങ്ങൾ ലാഭിച്ചാക്കി സമയം കളയുകയാണ്. അതുകൊണ്ട് മൊഹിയുദ്ദീൻ മാല എന്നായിരിക്കണം അടുത്ത ചോദ്യം. സംഘടനാപരമായോ അല്ലെങ്കിൽ വേറെയുള്ള മറ്റു വാക്കുവർത്താനങ്ങളോ വൈയക്തിക പരിപാടികളോ ഇതിന് സംസാരിക്കാൻ അനുവാദം തരൂല. നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും തന്നത് വിട്ടുവീഴ്ചയാണ്. ഇനി നിങ്ങൾ മൊഹിയുദ്ദീൻ മാലയെ പറ്റി വല്ലതും ചോദിക്കണം. മൊഹിയുദ്ദീൻ മാലയെ പറ്റി ചോദിക്കാനില്ലാത്തവർ എഴുന്നേറ്റ് പോകണം ഇവിടുന്ന്. ഇത് വിനയ ഭാഷയാണ്. മൊഹിയുദ്ദീൻ മാലയെ പറ്റി ചോദിക്കാനില്ലെങ്കിൽ മൊഹിയുദ്ദീൻ മാല സംവാദമാണ്. വളരെ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കൂ. ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ച പരിപാടി മൊഹിയുദ്ദീൻ മാല തുറന്ന സംവാദം എന്നാണ്. ഞങ്ങളെ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട്, ഞങ്ങളത് സ്വീകരിച്ചു. ഇൻഷാ അല്ലാഹ് എപ്പോഴാണ് വ്യവസ്ഥീകരിക്കേണ്ടതെന്നൊക്കെ ഡേറ്റ് ഒക്കെ പറയാം. മൊഹിയുദ്ദീൻ മാലയിലെ 156 വരികളെ സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല സംശയമുണ്ട് ചോദിക്കണം. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് നല്ല സുഹൃത്തുക്കൾ അവിടെ ഇരിക്കുക. ഞങ്ങൾ സംസാരിക്കണ്ട, ഞാൻ പറയൂ. നിങ്ങളവിടെ ഇരിക്കുക. ഞങ്ങളിപ്പോ നോക്കൂ, സംവാദത്തിനുണ്ടോന്നാ ചോദിച്ചത്. അത് പിന്നെ പറയാന്നല്ലേ പറയണത്. ഞാൻ ഉണ്ടെന്നാ പറഞ്ഞത്, അല്ലേ? ഉണ്ടെന്നാ പറയണത്. ഇനി ഡേറ്റ് ഉണ്ടോന്ന് ചോദിച്ചാല് വ്യവസ്ഥീകരിക്കേണ്ടത് ഞാനല്ലേ. എന്റെ ഡേറ്റ്, എന്റെ സമയമെല്ലാം നോക്കണ്ട. എന്റെ ഡയറി നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ വ്യവസ്ഥന്റെ സമയവും ഡേറ്റൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇരിക്കും, അവിടെ ഇരിക്കും. അതൊക്കെ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ 10 മണി വരെയുള്ള സമയം മൊഹിയുദ്ദീൻ മാല എന്ന വിഷയത്തിൽ വല്ലതും ചോദിക്കാറുണ്ടെങ്കിൽ അവർക്ക് മൈക്ക് കൊടുക്കണമെന്ന് സംഘാടകർ. വേറെ വർത്താനെന്ന് പറഞ്ഞ് ഈ പരിപാടി കൊള്ളാക്കരുത്. ഇത് സതുദ്ദേശത്തോടുകൂടിയ മുജാഹിദുകളോട് വിനയത്തോട് ആവശ്യപ്പെടുന്നു. ഇതാണ് ഞങ്ങളെ മുഖാമുഖം. കണ്ടോളൂ. മൊഹിയുദ്ദീൻ മാലയിലെ ഖാദി മുഹമ്മദ് രചിച്ച 156 പ്രമാണങ്ങൾ ഇസ്ലാമികമാണ്. അതിനെപ്പറ്റി പറയാൻ, അതിനെപ്പറ്റി ചോദിക്കാനുള്ള അവസരം ഇതാ ഞങ്ങൾ തുറന്നു വെക്കുന്നു. വിനയത്തോടെ നിങ്ങൾ ചോദിക്കണമെന്ന് അറിയിക്കുന്നു. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മൊഹീദ് അല്ല, നിങ്ങൾ സംഘാടകരെ അല്ല, നിങ്ങൾ ഡേറ്റ് അറിയാം. പരിപാടി ഡയറി നോക്കണ്ടേ? ഞങ്ങൾ തിരക്ക് പിടിച്ച പ്രഭാഷകരാണ്. ഡേറ്റ് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഉണ്ട് എന്നല്ലേ പറഞ്ഞ, ഇല്ലെന്നല്ലോ. ഈ കമ്പനിയിൽ ഈ മുജാഹിദുകളോട് ഞങ്ങൾ വ്യവസ്ഥ എഴുതിയിട്ടുണ്ട്. പിന്നെന്താ ഞങ്ങൾക്ക് പേടി? അവരോട് ഞങ്ങൾ വ്യവസ്ഥ എഴുതിയിട്ടുണ്ട്. മൊഹിയുദ്ദീൻ മാലയെ പറ്റി ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കാണൂ. ഇനി മൊഹിയുദ്ദീൻ മാലയെ പറ്റി ചോദിക്കണമെന്ന് അറിയിക്കുന്നു. നമ്മൾ സംഘാടകരിരിക്കുക. പരിപാടി സംഘാടകര്, നമ്മളെ സംഘാടകര് അവര് പുറത്തേക്ക് പോകാൻ, അവരെ പുറത്തേക്ക് വിടുക. അവരിവിടെ കച്ചറ കൂട്ടാണെങ്കിൽ ആരും കച്ചറ കൂട്ടരുത്. എല്ലാവരും കസാരയിലേക്ക് ഇരിക്കുക.
അതെ, മുഹിയുദ്ദീൻ മാലയിൽ നിങ്ങൾ കേട്ടോളൂ, എന്റെ ഭാഷ എത്ര ലളിതമാണ്. മുഹിയുദ്ദീൻ ഭാഷയിലെ 156 ബൈത്തുകളിൽ ശിർക്കിന്റെ വരിയുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ മുജാഹിദിന്റെ മൗലവി വന്നോ? നിങ്ങൾ മുജാഹിദിന്റെ നാടൻ തന്നെ തരണം ഞങ്ങൾ പറയണില്ലല്ലോ. ഞങ്ങൾ കത്തും തന്നിട്ടുണ്ട്, ഞങ്ങൾ നോട്ടീസും അടിച്ചിട്ടുണ്ട്, അങ്ങനെ വിളിച്ചതാണ്. നിങ്ങൾ ഇങ്ങനെ നോട്ടീസ് അടിച്ച് ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ വരാം. സലീം ഫൈസി നേരിട്ട് വരാം, നിങ്ങൾ വെക്കും. മൊയ്തീൻ മാല ചെറുക്കുണ്ട് നിങ്ങൾ പറഞ്ഞു വരി, ഞങ്ങൾക്ക് കത്ത് തരും, ഞങ്ങൾ വരാം. മുഹിയുദ്ദീൻ മാലയിലെ 156 ബൈത്തിൽ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മൈക്ക് വൈകിലേക്ക് വരണമെന്നറിയിക്കുന്നു. ആ മൊഹീദ്ദീൻ മാലയിൽ തെറ്റില്ല പോലും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? എന്നാ റെഡിയായി, എന്നാ എല്ലാവരും ഇങ്ങോട്ട് ഇരിക്കും. പിന്നെ നമുക്ക് വിഷയം തീർന്നല്ലോ, നമുക്ക് സലാത്തില്ലേ പിരിയ വേഗം. അങ്ങോട്ട് പോയി. ഒരാൾ ചോദിക്കാനുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് വരിക. റഷീദ് ഫൈസി 2 കസാല മുമ്പിലിട്ടെടുത്ത്, 2 കസാല, 2 കസാല, 2 കസാല. ചോദ്യകർത്താവ് റഷീദ് ഫൈസിയോടെ ഇരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കുക. മുഹിയുദ്ദീൻ മാലയെ പറ്റി ചോദിക്കുക. മുഹിയുദ്ദീൻ മാലയെ പറ്റി അറിയാനും പഠിക്കാനുമാണ് ഞങ്ങൾ ഇവിടെ പരിപാടി വെച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി ചോദിക്കുക. വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാഭിത്തുരം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബൈത്തുണ്ട്. അത് ഇക്കാന്റെ ഒന്നുകൂടി സൗണ്ട് പറഞ്ഞ എല്ലാവരും കേൾക്കട്ടെ, എല്ലാവർക്കും പഠിക്കാലോ നിങ്ങളെ ചോദ്യം, നിങ്ങളെ ഉത്തരം. ഇനി ഒച്ചത്തിൽ പറയാൻ കഴിയും. ബാക്കി നിങ്ങൾ പറഞ്ഞു, ആ ചോദ്യം നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം ചോദിച്ച ചോദ്യം. ഇക്കാന്റെ പേരെന്നാ? മുഹമ്മദ്. മട്ടന്നൂരില്ല? 19-ാം മൈൽ. അദ്ദേഹം ചോദിച്ച ചോദ്യം, വല്ല നീരെത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടും പുത്തേരും നൽകും ഞാനെന്നോവർ. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെപ്പറ്റി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവർകൾ ഒരു പ്രയോഗം നടത്തിയത് ഖാദി മുഹമ്മദ് തങ്ങൾ മനോഹരമായി ബൈത്തിൽ അർപ്പിക്കുകയാണ്, വിവരിക്കുക. മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്റെ ബഹിജയിലെ തന്റെ ഉദ്ധരണി ശൈഖ് ജീലാനി പറഞ്ഞൊരു വാചകമുണ്ട്, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ബഹിജയിലെ 217-ാമത്തെ പേജിൽ, ബഹിജയിലെ 217-ാമത്തെ പേജിൽ ശൈഖ് ജീലാനി പറഞ്ഞൊരു വാചകം ഉദ്ധരിക്കുന്നു. ഞാൻ ആദ്യം അറബി വായിച്ച് അർത്ഥം വരാം, എന്നിട്ട് ഖാദി മാലയെ അത് കവിതയാക്കിയത് പറയാം, എന്നിട്ട് അതിന്റെ പ്രമാണങ്ങൾ വിശദീകരിക്കുക. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇതിനെയാണ് മുജാഹിദുകൾ ഭയക്കുന്നത്, ഇതിനെയാണ് മുജാഹിദുകൾ ഭയക്കുന്നത്, ഈ പ്രമാണ സുബദ്ധമായ ശൈലിനെ. എന്താ പറഞ്ഞത്? മനിസ്തഗാസ ബീ ഫീ ഖുർബത്തിൻ കശഫ്തു അൻഹു വമൻ നാദാനി ബിസ്മി ഫീ ശിദ്ദത്തിൻ ഫറജതു അൻഹു വമൻ തവസ്സല ബീ ഫീ ഖുർബത്തിൻ കശഫ്തു അൻഹു. ശൈഖ് ജീലാനി പറഞ്ഞൊരു വാചകം. ഇനി ഇതിന്റെ അർത്ഥം ഞാൻ പറയാം. മനിസ്തഗാസ ബീ ഫീ ഖുർബത്തിൻ, ഒരു പ്രയാസത്തിലാരെങ്കിലും എന്നെ വിളിച്ചുകൊണ്ട് സഹായം ചെയ്യാൽ കശഫ്തു അൻഹു, ഞാൻ ആ വിഷമം അയാൾക്ക് നീക്കിക്കൊടുക്കും. വമൻ നാദാനി ബിസ്മി ഫീ ശിദ്ദത്തിൻ ഫറജതു അൻഹു, ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്റെ പേര് കൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ ഞാൻ അവന്റെ ബുദ്ധിമുട്ട് നീക്കിക്കൊടുക്കും. ഇത് ശൈഖ് ജീലാനി പറഞ്ഞൊരു വാചകം. ബഹിജത്തുൽ അസ്റാറിൽ ഏത് സമയത്ത് ആരോട് പറഞ്ഞു എന്ന് വരെ ആ സംഘത്തിലുള്ള ആളുകളെ വരെ ഉദ്ധരിച്ചുകൊണ്ട് വളരെ കൃത്യമായി ബഹിജയിൽ ശൈഖ് ജീലാനിയെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നു. അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞൊരു വരിയാണിത്, കേട്ടോളുകൾ. അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞൊരു വാചകമാണിത്.
ഇനി ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ നിങ്ങള്. ഇത് കാളി മുഹമ്മദ് മനോഹരമായി ബൈത്താക്കിയ ബൈത്തോക്കിയ വല്ലേ നീലത്തുന്നും എന്നെ വീളിപ്പോർക്ക് വൈകോടും ബുദ്ധേരം നൽകും ഞാൻ എന്നോവർ. ആ അറബി എന്തൊരു മനോഹരമായിട്ടാ കവിതയാക്കിയത്. കാളി മുഹമ്മദിലെ കവിതാ പാഠപത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നു. മൂന്നാമത് കാളി മുഹമ്മദിന്റെ മൊഹീദ്ദീൻമാലയിലെ 53-ാമത്തെ ബൈത്തായി. അതുകൂടി നിങ്ങൾ കുറിച്ചോളൂ. അടുത്ത ചോദ്യത്തിന് മുജാഹിദ് പഠിക്കണ്ടേ? 53-ാമത്തെ ബൈത്ത്. ബഹിജ പോയിട്ട് മാല പാടാൻ പോലും മുജാഹിദിന് അറിയില്ല. അല്ലെ പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. ഏതാ പണ്ഡിതനുള്ള മുജാഹിദില്? ഇരിക്കട്ടെ. ഇനി ഷെയ്ഖ് ജീലാനിയെ അംഗീകരിക്കുന്ന ആളുകൾ, ഷെയ്ഖ് ജീലാനിയെ സംബന്ധിച്ച് മുജാഹിദിന്റെ ടോപ്പ് നേതാവ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ, മുജാഹിദിന്റെ ടോപ്പ് നേതാവ് EK മൗലവി. അതാ ഞാൻ പറഞ്ഞ KNM എന്ന് മുജാഹിദ് ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നിരുന്ന മുജാഹിദുകളുണ്ടല്ലോ, KNM എന്ന കേരള നെതുവത്തുൽ മുജാഹിദീൻ 1950 മുജാഹിദിന്റെ ജനകീയ പ്രസ്ഥാനമായി രൂപീകരിച്ച സംഘടനയാണ്. ആ KNM ആണ് ഞങ്ങൾ എന്ന് സംവാദ വ്യവസ്ഥക്ക് വന്ന ആളുകളോട് എഴുതാൻ പറയുമ്പോൾ ഞങ്ങൾ KNM ആണെന്ന് എഴുതൂല. പിന്നെ ആരോട് സംവാദം ഞങ്ങൾ നടത്തേണ്ടത്? എന്നിട്ട് ഞാൻ പറഞ്ഞു, അവരെന്താ നിങ്ങൾ KNM-യുമായിട്ട് നിങ്ങൾക്ക് എന്താ വ്യത്യാസം? KNM-ന്റെ ആദർശമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്, പക്ഷേ ഞങ്ങളിപ്പോ കേസ് കൊടുത്തിട്ടുള്ളത് ഞങ്ങളെ പുറത്തുള്ളത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞപ്പോ മസ്ലഹത്ത് എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ KNM-ന്റെ ആദർശം ഞങ്ങൾക്ക് ബാധകമാണെന്ന് ലെറ്റർ പേഡിൽ എഴുതി തരുമോ? അതിന്റെ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കമ്പിൽ വിഷയം ഞാനല്ല വിളിച്ചിട്ട് സുഹൃത്ത് വിളിച്ചിട്ടോണ്ട് പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു KNM-ന്റെ എല്ലാ ആദർശവും ഞങ്ങൾക്ക് ബാധകമല്ല, നബിദിനാഘോഷത്തില് നിയമാവലിയെ ബാധകമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ പറഞ്ഞു 2012 വരെയേ ഉള്ളൂ, 15 വരെയല്ലേ ഇല്ല എന്ന്. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമ്പിൽ വ്യവസ്ഥ ചെയ്തത്. എന്നാൽ ആ മുജാഹിദിന്റെ ടോപ്പ് നേതാവ് ഷെയ്ഖ് ജീലാനി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിൽ പറയുന്നു ഷെയ്ഖ് ജീലാനി വലിയ മഹാന, മൂപ്പരെ മദ്ഹബ് പറയുന്നത്. ഈ പുസ്തകത്തിന്റെ 12-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു ഖുർആനും സുന്നത്തും അനുസരിക്കാതെ ഒരു ജീവിതവും മൂപ്പരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഈ പുസ്തകത്തിന്റെ 12-ാമത്തെ പേജ് ഖുർആനും സുന്നത്തും അനുസരിച്ചേ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച ഷെയ്ഖ് ജീലാനി പറയുന്നു, മനിസ്തഗാസ ബി ഫീ ഖുർബത്തിൻ കശഫ്തു അൻഹു വമൻ നാദാനി ഫീ ശിദ്ദത്തിൻ ഫറജ്തു അൻഹു. അതിന്റെ അർത്ഥം വല്ലേ നീലത്തുന്നും എന്നെ വീളിപ്പോർക്ക് വായ്കൂടും ബുദ്ധേരം നൽകും ഞാൻ എന്നോവർ. കൃത്യമില്ലേ? ഇനി വേറെ തെളിവ് വേണോ? ഇനി അങ്ങനെ ഷെയ്ഖ് ജീലാനിക്ക് പറയാൻ പറ്റുമോ? ഷെയ്ഖ് ജീലാനിക്ക് അങ്ങനെ ആവുമോ? അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇസ്ലാം ഒന്ന് പുറത്തു പോകുമോ? അതാണ് ഈ അടുത്ത ചിന്തിക്കേണ്ടത്. ഷെയ്ഖ് ജീലാനെ അംഗീകരിക്കുന്ന അങ്ങനെ ചോദിക്കാൻ അവകാശമില്ല, പ്രത്യേകിച്ച് മുജാഹിദിന്. മുജാഹിദ് പറയാൻ EK മൗലവി ഷെയ്ഖ് ജീലാനി എന്ന പേരിലെഴുതി ഈ പുസ്തകത്തിൽ പറയാൻ തിരുമേനിയുടെ സുന്നത്തിന്റെയും സലഫ് സ്വാലിഹ്യങ്ങളുടെ ചര്യകളിൽ നിന്നും അണവോളം തെറ്റാതെയുള്ള തസവുഫായിരുന്നു ഷെയ്ഖിന്റേത്. ഒന്നും കൂടി, തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും സലഫ് സാലിഹ്യങ്ങളുടെ ചര്യയിൽ നിന്നും അണുവോളം തെറ്റാതെയുള്ള തസവുഫായിരുന്നു ഷെയ്ഖിന്റേത്. അപ്പൊ ആ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ, എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ഇനി അങ്ങനെ ഔലിയാക്കന്മാരെ വിളിച്ചാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോവുമോ? അതല്ലേ അറിയേണ്ടത്. അതാണ് അതിന്റെ ലാസ്റ്റ് അറിയാനുള്ളത്. നിങ്ങൾ കേട്ടോളൂ, ഞാനിനി ഉദ്ധരിക്കാൻ പോകുന്ന ഹദീസ്, അതിന് ഹദീസാണ് ഉദ്ധരിക്കാൻ പോകുന്നത്. ഈ ഹദീസ് അത് സഹീഹാണെന്ന് മഹാനായ ഹൈസമി സഹീഹാണെന്ന് റിപ്പോർട്ട് ചെയ്ത അതിന്റെ റിപ്പോർട്ടറെല്ലാം വിശ്വസ്തരായ റിപ്പോർട്ടർമാരാണ്. ആ ഹദീസ് സ്വീകാര്യമാണ് എന്ന് മുജാഹിദുകൾക്ക് നെഞ്ചത്ത് കൈകെട്ടാൻ പഠിപ്പിച്ച, ശ്രദ്ധിക്കണം, ഇപ്പൊ നമ്മൾ മറ്റന്നൊരു പള്ളിയിൽ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി വന്ന ഒരുത്തരുണ്ട് ഗജ്ജുള്ള, ഇവിടെ കിട്ടും ഡേഞ്ചർ, അവരെ പെരടി ചങ്ങലിട്ടതാണ്. മൂപ്പർ തിരിച്ചറിയാനുള്ള ആരാടോ ഇവിടെ എനിക്ക് കൈയ്യട്ടാൻ പഠിപ്പിച്ചത്? ഷാഫിമാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അബൂഹനീഫ പഠിപ്പിച്ചിട്ടില്ല. മാലിക്കിമാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അഹ്മദ് ബിൻ ഹംബൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരാ? ഇമാം ഷൗക്കാനി. ഇമാം ഷൗക്കാനി എന്റെ ഉസ്താദ്. ഇമാം ഷൗക്കാനിയാലും വേണ്ടില്ല, മാമൂം ഷൗക്കാനിയാലും വേണ്ടില്ല. ആ ഷൗക്കാനിയുടെ കിതാബാണ് തുഹ്ഫത്തുൽ സാക്കിരീൻ. ശ്രദ്ധിച്ചോളൂ, അദ്ദേഹം ഈ ഹദീസ്, ഞാൻ ഓതാൻ പോകുന്ന ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് അത് വളരെ വിശ്വസ്തർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അത് വലിയ ഗുണപാഠമുള്ള ഹദീസാണെന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന്.
ഇനി രണ്ടാമത്തതും, മുജാഹിദിന്റെ ഇന്നത്തെ എല്ലാ പിളർപ്പിനും കാരണക്കാരെന്ന് മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പ് പറയുന്ന ഏതാണ്ട് വസ്തുത അങ്ങനെ തന്നെയാണ്. ഡോക്ടർ കെ സക്കരിയ സലാഹി, അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് അൽബാനിയുടെ ഗ്രന്ഥം പഠിച്ചിട്ടത്രേ. ആ അൽബാനി, മുജാഹിദുകൾക്ക് സ്വീകാര്യനായ അൽബാനി, ഗൾഫ് പണ്ഡിതനായ അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസുൽ ലഈഫ എന്ന ഗ്രന്ഥത്തിന്റെ 2ാം വാല്യം 211 പേജിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, ഞാൻ ഈ പറയാൻ പോകുന്ന ഹദീസ് അവർ രണ്ടാളായി ഉദ്ധരിച്ച്. എവിടെയാ ഉദ്ധരിച്ചത്? നമ്മൾ ബുഖാരി മുസ്ലിം ഒന്നും പറയണ്ട, അതിനേക്കാളും വലിയ അവർക്ക് താവും അല്ലേ. അവരുടെ സ്വീകാര്യനായ 2 ആളുകൾ ഉദ്ധരിച്ച ഹദീസ്. എന്താണ് ആ ഹദീസ്? കേട്ടോളൂ നിങ്ങൾ. എന്താണ് ഹദീസ്? കേട്ടോളൂ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ അസാബ അഹദകും ശൈഉൻ ബിഅർളി ഫലാ, നിങ്ങൾ ഒരു കുടുങ്ങിയ ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് വല്ല വിഷമവും എത്തിയാൽ, ഒരു മരുഭൂമിയിൽ, പഴയ കാലത്തൊക്കെ മരുഭൂമിയിലാണ് യാത്ര ചെയ്യുക, ഒട്ടകപ്പുറത്ത്. അവിടുന്ന് ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയാൽ ഏറ്റവും വലിയ കുടുക്കാണ്. വാഹനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവിടെ സഹായിക്കാൻ ആളുണ്ടാകൂല. കാരണം അവിടെ ഫോൺ ചെയ്യാൻ ഫോണില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തെ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് മരുഭൂമിയിലുള്ള യാത്ര. ഈ മരുഭൂമിയിൽ ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയാൽ, വാഹനം നഷ്ടപ്പെട്ട് കുടുങ്ങിപ്പോയാൽ, എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കുടുങ്ങിപ്പോയാൽ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഫല്യുനാദി, അയാൾ വിളിച്ചു പറഞ്ഞുകൊള്ളട്ടെ, യാ ഇബാദല്ലാഹ് അഈനൂനി, യാ ഇബാദല്ലാഹ് അഈനൂനി, യാ ഇബാദല്ലാഹ് അഈനൂനി. അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ, അള്ളാഹുവിന്റെ മഹാന്മാരെ എന്നെ സഹായിക്കൂ, അള്ളാഹുവിന്റെ മഹാന്മാരെ എന്നെ സഹായിക്കൂ എന്ന് വിളിച്ചു പറയട്ടെ മുഹമ്മദ് മുസ്തഫ. ഇത് മഹാന്മാരോട് പ്രാർത്ഥന നടത്തലൊന്നുമല്ല, കാരണം റസൂലല്ലേ പഠിപ്പിക്കണത്. അള്ളാഹിന്റെ ഔലിയാക്കന്മാരോട് പ്രാർത്ഥന നടത്താനും അവർ ആരാധന നടത്താനും റസൂൽ പഠിപ്പിക്കില്ലല്ലോ. ഈ ഹദീസ് സിഖാത്താണ്, റിജാലുഹു സിഖാത്തുൻ, ഇതിനെ റിപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ വിശ്വസ്തരാണ് എന്ന് പറയുന്നത് ശംസുൽ ഉലമയോ ചെറുശ്ശേരി ഉസ്താദോ ഷാഫി ഇമാമോ അല്ല. പറയുന്നതാരാ? ഷൗക്കാനി. മുജാഹിദിനെ ഇവിടെ കെട്ടാൻ പഠിപ്പിച്ചു കൊടുത്ത ഷൗക്കാനി, അവരെ ഇമാം ഷൗക്കാനി, ഞങ്ങളെ മഹ്മൂദ് ഷൗക്കാനി. ഇനി സിൽസിലത്തുൽ അഹാദീസ് ലഈഫയുടെ 2ാം വാല്യം 211 പേജിൽ അൽബാനി, നാസിറുദ്ദീനുൽ അൽബാനി. മുജാഹിദുകൾ കേൾക്കുമ്പോൾ ഞെട്ടുന്നുണ്ടോ? കേട്ടോളൂ നിങ്ങൾ. അതുകൊണ്ടല്ലേ മൊയ്തീമാൻ ചോദിക്കാത്തത് സംവാദത്തിനുണ്ടോ? ആരെ കാണിച്ചത് ഈ പീഡിപ്പിക്കുന്ന സംവാദം? ഞങ്ങൾ അതിന്റെ നടുവിൽ പിറന്നു വീണ ഓമനക്കുട്ടികളാണ്. സംവാദത്തിൽ പിറന്നു വീണ ആളുകളെ ഞങ്ങൾ. ആരെയും പേടി? നിങ്ങളെ ടോപ്പ് ഇന്റർനാഷണൽ നേതാക്കളെ കൊണ്ടാന്നൂടി. എന്നിട്ടല്ലേ ഈ സംവാദം? സൗദീമാനെ പറ്റി തുറന്നു ചോദിക്കുക. ഞങ്ങൾ തുറന്നു വെച്ചിരിക്കുക. നിങ്ങൾ ഞങ്ങളോട് അങ്ങനെ കാട്ടേണ്ടത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, പരിപാടി കലക്കരുത്. മൈക്ക് പോയിന്റിന് മുമ്പിൽ ഒന്ന് ചോദിക്കുക. പരിപാടി കലക്കാൻ ആരും ശ്രമിക്കേണ്ട, അത് വിജയിക്കൂല. ഇനി നിങ്ങൾ കേട്ടോളൂ, ബഹുമാനപ്പെട്ട ഉസ്താദ് കേട്ടോളൂ, സഹോദരൻ കേട്ടോളൂ, മുഅ്മിനീങ്ങൾ കേട്ടോളൂ. ഇനി ഈ ഹദീസ് കേട്ടോളൂ ഒന്നുകൂടി. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രഗൽഭനായ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ ഹജ്ജിന് പോകുന്ന സമയത്ത് വഴിതെറ്റിപ്പോയി. മരുഭൂമിയിൽ നിന്ന് കുടുങ്ങി, ആരും വഴി കാണിക്കാനില്ലാതെ കുടുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, അതിന്റെ വിഷമത്രയാ. നമ്മളിപ്പോ ഹജ്ജിന് പോകുന്നിടത്ത് വഴിയൊന്നറിയാത്തൊരു കുടുക്കിപ്പെട്ടാൽ മരുഭൂമിയിൽപ്പെട്ടു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വിളിച്ചു, യാ ഇബാദല്ലാഹ് ദുല്ലൂനി അലത്തരീഖ്, യാ ഇബാദല്ലാഹ് ദുല്ലൂനി അലത്തരീഖ്, അല്ലാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വഴി കണ്ടു, ഞാൻ രക്ഷപ്പെട്ടു എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നമ്മളെ പ്രവർത്തകരാരും ആ കച്ചറക്ക് കൂടരുത് എന്നറിയിക്കുകയാണ്. നമ്മളെല്ലാവരും സദസ്സിൽ വന്നിരിക്കും. നമ്മളെ പ്രവർത്തകരെല്ലാവരും സദസ്സിൽ വന്നിരിക്കണമെന്ന് അറിയിക്കുക. അതിനടുത്ത് മൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? അതിന് വല്ല സംശയമുണ്ടോ? ഫാത്തിഹ സൂറത്തിനെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. സദസ്സിലുള്ളവരെന്താ അവിടെ ഇരുന്നത്? നിങ്ങൾ അങ്ങോട്ട് ബാക്കോട്ട് നോക്കണ്ട. അവരുടെ ഉദ്ദേശം നല്ലതല്ല. അദ്ദേഹത്തിന്റെ ചോദ്യം ശ്രദ്ധിച്ചു. ഫാത്തിഹ സൂറത്തിനെ നമ്മൾ എല്ലാ സമയത്തും ഓർന്ന ഫാത്തിഹയില് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നാണ് എന്റെ അർത്ഥം എന്ന് അലിമുകൾ പറഞ്ഞു. എനിക്കറിയില്ല.
അങ്ങനെയാണെങ്കിൽ ആ അർത്ഥം ആ രൂപത്തിലാണെങ്കിൽ ഈ മൊയ്തീഷേഖങ്ങളോട് സഹായം ചോദിക്കുന്നത് അതിനെതിരാകുമോ? സംശയം. ഒരു നല്ല അറിയാനുള്ളൊരു സഹോദരന്റെ സംശയമാണ് കേട്ടോ. നല്ല അറിവ് തേടിയിട്ടുള്ളൊരു സംശയമാണ്. അറിവ് ചോദിക്കുകയാണ്. ഇങ്ങനെ അറിവ് ചോദിക്കാനാണ് മുത്തുമോമിനിയങ്ങൾ ശ്രമിക്കേണ്ടത്. ഇത്തരം സദസ് ഉപയോഗപ്പെടുത്തുന്നത് അത് മോമിനിയങ്ങളുടെ ലക്ഷണമാണ്. അള്ളാഹു കബൂൽ ചെയ്തുമാറാവട്ടെ. മറ്റേത് മോമിനിയങ്ങളുടെ ലക്ഷണമല്ല. അദ്ദേഹം ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. എന്താ ചോദിച്ചത്? അങ്ങനെ മൊയ്തീൻ ഷേഖിനോട് എന്തിനാ സഹായം തേടുന്നത്? അല്ലെങ്കിൽ യാ ഇബാദല്ലാ, അള്ളാന്റെ അടിമകളെ സഹായിക്കുന്ന എന്തിനാ നബി പഠിപ്പിക്കണത്? കാരണം നബി ഓതി തന്ന ഖുർആനിൽ തന്നെ ഇല്ലേ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ? ഒന്നും സാമാന്യം ചിന്തിക്കണം. നബി പറഞ്ഞില്ല നിങ്ങളൊരു മരുഭൂമിയിലെത്തിയാൽ അള്ളാഹുവിന്റെ മഹാന്മാരെ സഹായിക്കൂ, യാ ഇബാദല്ലാ ഈനുനി, അള്ളാഹിന്റെ മഹാന്മാരെ സഹായിക്കൂ എന്ന് ചോദിക്കണമെന്ന് നബി പറഞ്ഞില്ല. ആ നബി ഓതി തന്ന ഖുർആനിൽ തന്നെ പറയാ ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പഠിപ്പിച്ചു തന്ന നബി തന്നെ മഹാന്മാരെ വിളിച്ച് സഹായം തേടിക്കോ എന്ന് പഠിപ്പിച്ചെന്നാൽ നബിന്റെ വാക്കുകൾ തമ്മിൽ വൈരുദ്ധ്യം വരൂലേ എന്നതാണ് ചോദ്യം. ഇല്ലേ? അങ്ങനെയല്ലേ ചോദ്യം? ശരിക്കും രണ്ട് പഠിപ്പിച്ചത് നബിയാണ്. ഖുർആനും പഠിപ്പിച്ചത് നബിയാണ്, ഹദീസും പഠിപ്പിച്ചത് നബിയാണ്. ഒന്നിന് താഴെയല്ല. പ്രമാണത്തിൽ ഖുർആനും ഹദീസും ഒരുപോലെയാണ്. അതാണ് അതിനുള്ള ഉത്തരം. കേട്ടോളൂ, ശരിക്കും ശ്രദ്ധിക്കും. വൈരുദ്ധ്യമില്ല. ഖുർആനും ഹദീസും ഒരിക്കലും വൈരുദ്ധ്യം വരൂല. ഖുർആനും ഹദീസും ഒരിക്കലും വൈരുദ്ധ്യം വരൂല. ഒരിക്കലും എതിരായ രണ്ട് വാക്കുകൾ പറയൂല. അതാണ് മുഅ്മിൻ വിശ്വസിക്കേണ്ടത്. പിന്നെ എന്താണ് അതിനർത്ഥം? അത് ഞാൻ ശരിക്കും പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇപ്പൊ ഈ സഹോദരൻ, മട്ടന്നൂരിലുള്ള സഹോദരൻ എന്നോട് ചോദിച്ചതൊരു സഹായ തേട്ടമാണ്. ഇതും അതിൽപ്പെട്ടല്ലോ. നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പടച്ചവനോട് ചോദിക്കുന്നല്ലേ? ഭാര്യയോട് വീടിന്റെ വാതിൽ തുറന്നു തരാൻ ചോദിക്കുന്നതും ഒരു സഹായ തേട്ടമാണ്. വല്ലത്തിന് ചോദിക്കുന്നതും സഹായ തേട്ടമാണ്. എന്റെ വന്യ സുഹൃത്ത് ഇസ്ഹാഖ് ഫൈസിയോട് എന്റെ ഡയറി ഒന്ന് തരൂ എന്ന് പറയുന്നതും സഹായ തേട്ടമാണ്. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞതിന് അതൊക്കെ എതിരാവണ്ടേ? എന്നോട് എന്ത് സഹായം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ ചോദിക്കാൻ പറ്റൂല എന്നാണോ? അങ്ങനെയല്ല. കേട്ടോളൂ അതിന്റെ ഉദ്ദേശം. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നീയാണ് ആരാധനക്കർഹൻ. ആരാധനക്കർഹൻ നീയാണ്. വഇയ്യാക നസ്തഈൻ, ആരാധനക്കർഹനായ നീ മാത്രമാണ് സഹായം സൃഷ്ടിച്ച് സഹായിക്കുന്നവൻ. സഹായം സൃഷ്ടിച്ച് സഹായിക്കുന്നവൻ യഥാർത്ഥ സഹായത്തിന്റെ ഉടമ എന്നർത്ഥം. എക്സാമ്പിൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. എക്സാമ്പിൾ, ഉദാഹരണം. ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നോട് സഹായം ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്, ഇതിന്റെ സഹായത്തിന്റെ സൃഷ്ടാവ് ഞാനല്ല, അല്ലാഹുവാണ്. നിങ്ങൾക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത്, നിങ്ങൾക്ക് തരുന്നത് ഞാൻ പറഞ്ഞു തരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അല്ലാഹുവാണ്. ഞാൻ പ്രവർത്തിക്കുമ്പോഴും വാക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാനാണ് പ്രവർത്തിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതിനെ സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നിങ്ങളുടെ പ്രവർത്തികളെയും സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. അപ്പൊ സഹായം സൃഷ്ടിച്ചു തരുന്നവൻ, യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അല്ലാഹുവാണ്. അതാണ് വഇയ്യാക നസ്തഈൻ, ആത്യന്തികമായി സഹായം തേടുന്നത് നിന്നോട് മാത്രമാണ്. അപ്പൊ ഇലാഹാണെന്ന് വിശ്വസിച്ച്, സഹായത്തിന്റെ സ്രഷ്ടാവാണെന്ന് വിശ്വസിച്ച്, സ്വയം കഴിവുള്ളവനാണെന്ന് വിശ്വസിച്ച് സഹായം തേടപ്പെടുന്നത് അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ ദൈവമാക്കി നിന്നെ മാത്രം വെക്കുന്നു, അതുകൊണ്ട് നിന്നെ മാത്രം ആരാധിക്കുന്നു, അതുകൊണ്ട് നിന്നോട് മാത്രം ആ സഹായം തേടുന്നു. അതിന് താഴെയുള്ള സഹായം തേടലുകൾ ദൈവമാണെന്ന് വിശ്വസിക്കാതെ, സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുകയാണെന്ന് വിശ്വസിക്കാതെ, അള്ളാഹു നൽകുന്ന സഹായം കൊണ്ട് സഹായിക്കുമെന്ന് വിശ്വാസത്തോടെ ഏത് സഹായം അടിമകൾക്ക് ചോദിക്കാം. സാധാരണ നിങ്ങൾ എന്നോട് അറിവ് ചോദിച്ചതുപോലെ, എന്റെ പ്രിയപ്പെട്ട അനുജൻ ഇസ്ഹാഖ് ഫൈസിയോട് ഞാൻ ഡയറി ചോദിച്ചതുപോലെ, റഹീം ഫൈസിയോട് ഞാൻ പുസ്തകം ചോദിച്ചതുപോലെ, എന്റെ മോളോട് വാതിൽ തുറന്നു തരാൻ ആവശ്യപ്പെട്ടതുപോലെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കും. കറാമത്തുള്ള ആളോട് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കും. മുഅ്ജിസത്തുള്ള ആളോട് ഞാൻ ഉദാഹരണം പറയാം. മഹദി മറിയം ഖുർആനിൽ 2 സൂറയുണ്ട് മറിയം ബീവിന്റെ പേരിൽ. മറിയം ബീവിക്ക് ഒരു കുട്ടിയുണ്ടായി 9 വയസ്സിൽ, ചെറിയ കുട്ടി. ആളുകൾ പറഞ്ഞു, എങ്ങനെയാണ് മറിയമേ നീ പ്രസവിച്ചത്? നീ വ്യഭിചാരം ചെയ്തോ? വലം അക്കു ബഗിയ. മറിയം ബീവി പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാ കുട്ടി? മറിയം ബീവി എന്താ ചെയ്തെന്ന് അറിയാം? ഖുർആനിൽ പറഞ്ഞു, ഫഅശാറത്ത് ഇലൈഹി
പെറ്റ് വീണ ഉടനെയുള്ള കുട്ടിയിലേക്ക് ഇഷാർത്താക്കി എന്ന് പറഞ്ഞാൽ മറിയം ബീവി നേർച്ചയാക്കിയത് റഹ്മാനി സൗമ മിണ്ടൂല, വർത്താനം പറയൂല. അതുകൊണ്ട് മറിയം ബീവിക്ക് വർത്താനം പറഞ്ഞുകൂടാ, വർത്താനം പറയൂല എന്ന് നേർച്ചയാക്കിയതാണ്. അപ്പം കുട്ടിയെ ഈ ഉത്തരം പറഞ്ഞു കൊടുക്കൂ. ഈസാ നബി എന്ന് പറയുന്ന കുട്ടി മടിത്തട്ടിൽ വെച്ച് ജനിച്ച വീണ ഉടനെ സംസാരിക്കുക എന്ന ആ കറാമത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഇർഹാസാത്ത് എന്ന് പറയും. ഇർഹാസ് നബിയാകുന്നതിന് മുമ്പ് നബിമാർക്ക് കുട്ടിത്തത്തിലേക്ക് കൊടുക്കുന്ന കഴിവ്, മുഅ്ജിസത്ത് പോലുള്ള കറാമത്ത് പോലുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ കറാമത്ത്. ആ കറാമത്ത് കൊണ്ട് നിങ്ങൾ പറയൂ, എന്റെ ഉമ്മ എങ്ങനെയാ എന്നെ പ്രസവിച്ചതെന്ന് പറയൂ. അപ്പൊ കുട്ടി പറയുന്നു, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറക ഐനമാ കുന്തു ഫിസ്സലാത്തി വസ്സകാത്തി. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ, കറാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായം തേട്ടലും ആ സഹായം തേടുന്നതും ഇതിനെതിരല്ല. കാരണം അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് ചോദിക്കുകയാണ്. അതാണ് മുഹിയുദ്ദീൻ ശൈഖ് എന്ന് പറയുന്ന വലിയ ശൈഖ് ആളുകളുടെ വിളി കേട്ട് ഉത്തരം കൊടുക്കാൻ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം തേടലാണ്. അത് ഇയ്യാക നസ്തഈനിലല്ല. എന്തുകൊണ്ട്? ഇയ്യാക നസ്തഈന്റെ മഅന ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, ആരാധ്യൻ എന്ന നിലക്ക് സഹായം സൃഷ്ടിച്ച് സഹായിക്കുന്നവൻ നീ മാത്രമാണ്. സ്വയം സഹായിക്കുന്നവൻ നീ മാത്രമാണ്. മറ്റൊരാളുടെ സഹായമില്ലാതെ നമ്മളൊക്കെ അല്ലാഹുവിന്റെ സഹായം കൊണ്ട് സഹായിക്കുകയാണ്. ഇതാണ് ഖൽഖും ഖാലിഖും തമ്മിലുള്ള വ്യത്യാസം, അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായി പറഞ്ഞത്? ഇനിയും ഉപചോദ്യങ്ങൾ ചോദിക്കാം, ഇനി വേറെ ആർക്കും ചോദിക്കാം. മുഹീദ്ദീൻ മാലയെ പറ്റി ചോദിക്കാം. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. ഞാൻ ചോദിക്കുന്നത്, മുഹീദ്ദീൻ മാലയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, 40 വട്ടം ജനാബത്തുണ്ടായരെ, 40 വട്ടം 40 വട്ടം 40 വട്ടം ഓരിര കുളിച്ചോവർ. അപ്പൊ ഇത് സത്യമാണോ? ഇനി ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ സീക്രട്ടായ കാര്യം, അതായത് രഹസ്യ സ്വഭാവമാണ് ജനാബത്തുണ്ടാകുക എന്ന് പറഞ്ഞു. ഇത് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പാടി പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിമർശിക്കലല്ലേ, ഇത് അദ്ദേഹത്തെ അവഹേളിക്കലല്ലേ? ഒന്ന് പറഞ്ഞു തന്നാലും. നല്ല ചോദ്യമാണ്, അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. അതിന് മുമ്പ് നിങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു പേടി, ഞങ്ങളെ തടി ഞങ്ങൾ പേടിക്കണ്ടേ? നിങ്ങളെല്ലാവരും കസാരം വരുന്നുണ്ട്. ഇതാണ് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ആളുകളില്ല. ഇവർ മുജാഹിദുകളല്ല ഒരിക്കലും. അറിയാൻ വേണ്ടി അല്ല ചോദിക്കുന്നത്, അറിയാൻ വേണ്ടി ചോദിക്കുക. അതുകൊണ്ട് അവിടെ ഇരിക്കും, ഇരുന്നോളൂ. എല്ലാവരും കസാരം ഇരിക്കും. സംഘാടകരൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒന്നിക്ക് സ്റ്റേജ് മേരിക്കുക, അല്ലെങ്കിൽ സദസ്സിലിരിക്കുക. ഇതൊരു സുഖകരമല്ലാത്ത ഏർപ്പാട്. ഇസ്ഹാഖ് ഫൈസി മറുപടി പറയും. നാൽപ്പത് വട്ടം ജനാബത്തുണ്ടായാരേ, 40 വട്ടം ഓരൂരാ കുളിച്ചോവ. മഹാനായ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി തആല മുഹീദ്ദീൻ മാലയിൽ 74ാമത്തെ വരിയായിട്ടാണ് ഈ സംഭവത്തെ കൊണ്ടുവരുന്നത്. നമുക്ക് ബൈത്തറിയാം. എന്താ ബൈത്ത്? ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. ഒന്നാമത്തെ ഷഹാദത്ത്, രണ്ടാമത്തേത് നിസ്കാരം. ഇങ്ങനെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കാറില്ലേ? അത് സത്യത്തിൽ നമ്മുടെ വാക്കാണോ? അത് അല്ല, മറിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിനെ നാം ഒരു പാട്ട് രൂപത്തിലാക്കിയിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഖാദി മുഹമ്മദ് ഒന്നും സ്വന്തം വക പറഞ്ഞതല്ലല്ലോ. മുഹീദ്ദീൻ മാലയിലെ ഒരു വരിയെക്കുറിച്ച് നാം ചോദിക്കുമ്പോൾ നാം അത് എവിടെ നിന്ന് എടുത്തു എന്നാണ് ആദ്യം വരിക. ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി തആല തന്റെ ബഹിജ എന്ന നൂറുദ്ദീൻ സത്തനൂഫിയുടെ കിതാബിലുള്ള ഒരു വിഷയമാണ് ഈ ബൈത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ബഹുമാനപ്പെട്ടവർ, നൂറുദ്ദീൻ സത്തനൂഫി റഹ്മത്തുള്ളാഹി തആല തന്റെ ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിന്റെ 181ാമത്തെ പേജിൽ ഇത് വിശദമായി സംഭവം ഉദ്ധരിക്കുന്നുണ്ട്.
ബഹുമാനപ്പെട്ടവർക്ക് മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ദിവസം അദ്ദേഹം പറയുകയാണ്, ഞാൻ കിസ്രയുടെ രാത്രിയിൽ ഉറങ്ങിയപ്പോൾ ഞാൻ ഇഹ്തിലാമുള്ളവനായി, അതായത് സ്കർണമുണ്ടായി. ഞാനങ്ങനെ അത് അവസാനം പറഞ്ഞു പറയുകയാണ്, ഞാൻ അവസാനം ഉറങ്ങാതെ എത്രത്തോളം ഞാൻ ആ രാത്രിയിൽ ഉറങ്ങിയപ്പോൾ 40 പ്രാവശ്യം എനിക്ക് ജനാബത്തുണ്ടാവുകയും 40 പ്രാവശ്യം ഞാൻ കുളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് തന്റെ ബെയ്ത്തിലൂടെ അവതരിപ്പിച്ചത്. ഒരു മനുഷ്യന് ഇങ്ങനെ ഉണ്ടാകാൻ പറ്റൂ? അതിലെടുത്ത ചോദ്യമുള്ളത്. എന്നാൽ കേൾക്കണോ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സുദീർഘമായ ഹദീസ്. ഈ ലോകം മൊത്തം, ഭൂമി ലോകം മൊത്തം അടക്കിവാണിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു രാത്രി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രതിജ്ഞയെടുത്തു, ഞാൻ ഇന്ന് രാത്രി എന്റെ 100 ഭാര്യയുടെ അടുക്കൽ, അതല്ല 1000 ഭാര്യയുടെ അടുക്കൽ പോകും. എന്നിട്ട് ഞാൻ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മക്കൾ ഈ ലോകത്തുണ്ടാകും, അവരെയെല്ലാം നല്ല യോദ്ധാക്കളാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുലൈമാൻ നബിയുടെ വാക്ക് ഉദ്ധരിച്ചു കൊടുക്കുകയാണ്. എത്ര ഭാര്യമാർ? 100. ആ രാത്രി എങ്ങനെ 100 ഭാര്യമാരുമായി ബന്ധപ്പെട്ടു? 100 ഭാര്യയുമായി ബന്ധപ്പെട്ട എത്ര ജനാബത്തുണ്ടാകും? ചുരുങ്ങിയത് 100 ജനാബത്തുണ്ടാകും. ഇത് ഒരു രഹസ്യമായ കാര്യമാണെങ്കിൽ, പറഞ്ഞുകൂടാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ പറയാതിരിക്കണ്ടേ? അങ്ങനെ ചെയ്യാണോ ചെയ്തത്? അല്ല. ആ ഒരു വിഷയം പറയുവാൻ വേണ്ടിയിട്ട് പറയുക. എന്താ വിഷയം? അതിനവസാനം പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാത്ത കാരണത്തിന് വേണ്ടി ഒരു കുട്ടി പോലും ഉണ്ടായില്ല. ഉണ്ടായ കുട്ടീനെ അരക്കുട്ടിയായി മാറിയെന്ന് ബുഖാരിയുടെ ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട മുഹദ്ദിസ് ശൈഖിന്റെ കറാമത്തുകൾ മാത്രമേ നാം കേട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ഒരു ഭാഗമാണിത്. വേഗം ജനാബത്തുണ്ടായി ഉടനെ കുളിക്കണമെന്നൊന്നും നമ്മുടെ ശറഅ് പറയുന്നില്ല. വേഗം കുളിച്ചാൽ അത്രയും നല്ലത്. റഹ്മത്തിന്റെ മലക്കുകളൊക്കെ നമ്മോട് അടുക്കും. ജനാബത്തുണ്ടായി കൊണ്ടിരിക്കുന്ന കാലത്തോളം റഹ്മത്തിന്റെ മലക്കുകളൊന്നും അടുക്കുകയില്ല. ഇങ്ങനെ തന്റെ ത്യാഗനിർഭരമായ ജീവിതത്തിൽ ഒരു രാത്രി ബഹുമാനപ്പെട്ട അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചാണ് ഈ വരിയിൽ കാണാൻ വേണ്ടി സാധിക്കുക. ഇതിലെവിടെയും അസംഭവ്യമോ അല്ലെങ്കിൽ പറഞ്ഞുകൂടാൻ പറ്റാത്ത സംഭവങ്ങളോ ഒന്നും ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ വിഷയം ബഹജയിൽ 181 പേജിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ചോദ്യം ചോദിക്കുകയാണ്, ഇത് മൊഹിദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടില്ല, എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കിതാബിലുമില്ല. മാത്രമല്ല സുലൈമാൻ നബിക്ക് 100 ഭാര്യമാരടുത്ത് പോകുന്നതും ഇങ്ങനെ ഉണ്ടായതൊന്നും ഹദീസിൽ തെളിവായ സഹീഹായ ഹദീസിൽ ഇല്ലാന്താണ്. വികാരം കൊണ്ടത് എത്ര കാട് കയറിയിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ചോദ്യത്തിന് ഉത്തരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞോ? ചോദ്യത്തിന് ഉത്തരം കരുത്തലേ പറഞ്ഞിട്ട് കുറച്ച് കുറഞ്ഞു പോയി എന്റെ അഭിപ്രായം. കുറച്ചും കൂടി പറയണേ. ബുഖാരി പറഞ്ഞ റസൂൽ പറഞ്ഞാവോ? കാരണം റസൂൽ അല്ലല്ലോ ബുഖാരി. ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് മുദീസ് പറഞ്ഞല്ല, ബഹജല പറഞ്ഞത്. ഒരു കാര്യം, ഒന്നാമത്തെ ചോദ്യം അദ്ദേഹത്തിന് ചോദിക്കും, ശരിക്കും ശ്രദ്ധിച്ചോളണം. ഒരു മനുഷ്യന് ഐബല്ലേ ജനാബത്തുണ്ടാകല്? അത് പുറത്തു പറയേണ്ട കേസല്ലല്ലോ എന്നാണ് അദ്ദേഹം ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത്. അതിന് വളരെ കൃത്യമായി ഇസ്ഹാഖ് ഫൈസി പറഞ്ഞ മറുപടി വളരെ കറക്റ്റാണ്. മൊഹീദ്ദീൻ ശൈഖിന് ശ്രദ്ധിക്കണം. എല്ലാം നമ്മൾ വളരെ കറക്റ്റായി അറിയാൻ വേണ്ടി അറിവ് പറയണം. അറിവിന്റെ ശത്രുക്കളാവരുത് ആരും. അറിവ് പറയുമ്പോൾ അതിന് അറിവിന്റെ ശത്രുക്കളാവരുത്. ചോദിക്കണം, ചോദിച്ചോളൂ. പല ഹർജ കുറ്റയില്ല. റസൂൽ പറഞ്ഞല്ലേ ഹജ്ജത്തുൽ വദാഇൽ നിന്ന് ചോദിച്ചോളൂ, അറിയാൻ വേണ്ടി. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ ജീവിതത്തിലെ ത്യാഗപൂർണമായ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. ഉറങ്ങാൻ കിടന്നപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ജനാബത്തുണ്ടായി. അപ്പം കുളിച്ചു അങ്ങനെ 40 വട്ടം ഉണ്ടായി.
ഇനിയും ഞാൻ ഉറങ്ങിയിരുന്നെങ്കിൽ ജനാപത്തുണ്ടായാൽ ഞാൻ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു ശാരീരിക ക്ഷീണത്താൽ. അങ്ങനെ ഞാൻ പിന്നെ ഉറങ്ങിയില്ല എന്ന് പറയുന്നത് ശൈഖ് ജീലാനിയുടെ ത്യാഗപൂർണമായ ജീവിതത്തിൽ ഒരു സംഭവമാണ്. ഇത് പറയുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ശൈഖ് ജീലാനിയുടെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നു. നമ്മളെ സംഘാടകരൊന്ന് കസാലയിലിരിക്കണം, ഇതല്ലേ പറയുന്നത്? ഇതൊരു വല്ലാത്തൊരു വിഷമാണല്ലോ. ഞങ്ങൾ എത്ര മുഖാമുഖം നടത്തി, ആരൊക്കെ ചോദിക്കാൻ വന്നിട്ടുണ്ട്, ഒരു സ്ഥലത്തും ഒരു പ്രശ്നവുമില്ല. ശരിക്കും ഇരിക്കും. അപ്പൊ ശൈഖ് ജീലാനിയുടെ ശ്രദ്ധിക്കുക, ഒന്ന് കസാലയിൽ ഇരിക്കുമല്ല. എന്തിനാ അങ്ങനെ പൊതിഞ്ഞിരിക്കണത്? നമ്മളെ സംഘാടകർ ദയവ് ചെയ്ത് കസാലയിൽ ഇരിക്കണം. ഞങ്ങളെ സംഘാടകർ നമ്മുടെ പരിപാടി വീക്ഷിക്കുന്നവർ ദയവ് ചെയ്ത് കസാലയിൽ ഇരിക്കണം, ബുദ്ധിമുട്ടാക്കരുത്. അപ്പോ ശൈഖ് ജീലാനിയുടെ ജീവിതത്തിലെ ഈ കഥ ഇത് പറഞ്ഞാൽ ഇത് അയ്ബത്തരമല്ല എന്ന് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ട്? സുലൈമാൻ നബി 99 ഭാര്യമാരെ ഒരു രാത്രിയിൽ ബന്ധപ്പെട്ട കഥ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് ബുഖാരി ഉദ്ധരിച്ചു. അപ്പൊ അത് അയ്ബല്ല എന്ന് മനസ്സിലായി. ഇതിൽ പാഠമുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ ജീവിത ത്യാഗമാണ് അതിലറിയിക്കുന്നത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ആ ജീവിതം പറയുന്നതിൽ ഒരു പാഠമുണ്ട്. 99 ഭാര്യമാരടുത്ത് ഞാൻ പോകും, അവരുമായി ഞാൻ ബന്ധപ്പെടും, അവരൊക്കെ പ്രസവിക്കും, അവരൊക്കെ കുട്ടികളായി ഞാൻ അവരെ യുദ്ധക്കളത്തിലിറക്കും എന്ന് സുലൈമാൻ നബി പറഞ്ഞതാണ്. പക്ഷെ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ വിട്ടുപോയത് കൊണ്ട് ഒരൊറ്റ ഭാര്യയും പ്രസവിച്ചില്ല. ഒരു എന്ന കഥയാണ് ബുഖാരിയിൽ പറയുന്നത്. ഇവിടെ 3 കാര്യം. ഒന്ന്, ഒരാൾക്ക് 40 വട്ടം ജനാപത്തുണ്ടായപ്പോ അടിച്ചു പോകുന്നു ചെയ്യില്ലെന്ന് മനസ്സിലായി, കാരണം 99 സുലൈമാൻ നബിക്കുണ്ടായി. രണ്ടാമത് ഇത് പറയാൻ പറ്റുമോ എന്ന് മനസ്സിലായി, കാരണം ബുഖാരി പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ഇത് പിന്നെ ബഹിജയിലാണ്. മൊയ്‌ലിശേഖ് പറഞ്ഞില്ല. എന്തുകൊണ്ട്? മൊയ്‌ലിശേഖിന്റെ കിതാബല്ല ബഹിജ. ശരിക്കും ശ്രദ്ധിക്കും ഈ സംസാരം ഏതുപോലെയെന്നറിയാം. ബുഖാരി പറഞ്ഞത് അത് നബിന്റെ ഒന്നുമല്ല, കാരണം നബിയോഗ്യൊന്നുമല്ലല്ലോ ബുഖാരി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാണല്ലോ ബുഖാരി മാമൈദ്യതാണ്. ഇത് അത്രയും തിരിയില്ല. അപ്പം ബുഖാരിയിൽ വന്ന ഹദീസ് അത് ഞാൻ സ്വീകരിക്കില്ല, കാരണം നബി പറഞ്ഞൊന്നുമല്ല, അത് ബുഖാരി പറഞ്ഞതാണ് എന്ന് പറയും പോലത്തെ ഒരു സംസാരമാണ്. ഇമാം ബുഖാരി തങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾ വഫാത്തായതിനു ശേഷം ഇമാം ബുഖാരി വന്നതും ബുഖാരി രചിക്കുന്നതും. പക്ഷെ ബുഖാരിയിലെ ഓരോ ഹദീസും നബിയിലേക്ക് എത്തുന്ന സനദ് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ബുഖാരിന്റെ ഓരോ ഹദീസും, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ള ഹദീസുകൾ സനദ് കൊണ്ട് നബിയുടേതാണെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുന്നു. എന്നതുപോലെ ഈ ബഹിജ എഴുതിയത് ആരാന്നറിയാം? മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ശിഷ്യന്റെ ശിഷ്യനായ നൂറുദ്ദീൻ ശത്നൂഫി. ആ നൂറുദ്ദീൻ ശത്നൂഫി മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി പറയുമ്പോൾ എന്റെ ഉസ്താദ് പറഞ്ഞു എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാതെ എവിടെന്ന് പറഞ്ഞു, ഏത് ഉസ്താദാ എന്നോട് പറഞ്ഞത്, ഏത് സമയത്താ പറഞ്ഞത് എന്ന് ശൈഖ് ജീലാനി പറഞ്ഞ വാചകം കൃത്യമായി സനദോടുകൂടി ഉദ്ധരിക്കുകയാണ്. ശൈഖ് ജീലാനി പറഞ്ഞു ഫമക്കസ്തു, ഞാൻ താമസിച്ചു. ശൈഖ് ജീലാനി പറയാണ് ഫമക്കസ്തു, ഞാൻ താമസിച്ചു എന്ന് വളരെ കൃത്യമായ സനദോടെ മഹാനായ നൂറുദ്ദീൻ ശത്നൂഫി പറയുന്നു. അല്ലാണ്ട് ശൈഖ് ജീലാനി അല്ലാതെ പറയാനല്ല പറഞ്ഞത്. ഫമക്കസ്തു, ഞാൻ താമസിച്ചു, അങ്ങനെ ഞാൻ ഉറങ്ങി. ഫഖുംതു, മുമ്പ് പറയാണ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റു, അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഞാൻ ഉറങ്ങി. ഫഖിനുംതു, ഞാൻ ഉറങ്ങി. ആ രാത്രിയിൽ 40 മറത്തൻ 40 തവണ ഞെട്ടിയ എന്റെ ഉറക്ക്. വഹ്തലംതു 40 മറ, 40 തവണ എനിക്ക് ജനാപത്തുണ്ടായി. വഖ്തസൽതു, ഞാൻ കുളിച്ചു 40 മറ, 40 തവണ. അങ്ങനെ ഞാൻ എന്ന് ശൈഖ് ജീലാനി പറഞ്ഞതാണ്. ശൈഖ് ജീലാനി എപ്പോഴാണ് പറഞ്ഞത്, ആരോടാ പറഞ്ഞത് എന്ന് കൃത്യമായ സനദോടുകൂടി നൂറുദ്ദീൻ ശത്നൂഫി തന്റെ ചരിത്രം എഴുതുന്നു. നൂറുദ്ദീൻ ശത്നൂഫി എന്ന് പറഞ്ഞാൽ ശൈഖ് ജീലാനിയുടെ ശിഷ്യന്റെ ശിഷ്യൻ, ശിഷ്യന്മാരുടെ ശിഷ്യൻ. ഒരു ശിഷ്യന്റെ ശിഷ്യനൊന്നുമല്ല, ശിഷ്യന്മാരുടെ ശിഷ്യൻ. ഇനി ഒന്നും കൂടി ഞാൻ പറയാം, ഇന്ന് ശക്തി പകരാൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആരെ പുസ്തകം? ശൈഖ് ജീലാനി എന്ന പുസ്തകം. സമസ്തക്കാരടിച്ചതല്ല, EK മൗലവി എഴുതിയത്. EK മൗലവി യുവത ബുക്സാ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് മുജാഹിദിന്റെ ബുക്ക് സെന്ററാണ്. യുവത കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. ഇപ്പൊ അത് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ്, ഏതാണ്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് മാറി. ഇപ്പൊ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ഇതിന്റെ 21ാമത്തെ പേജിൽ ശൈഖ് ജീലാനിന്റെ കഥകൾ ബഹിജയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. മുജാഹിദ് പോലും EK മൗലവി പോലും ശൈഖ് ജീലാനിന്റെ കഥകൾ ബഹിജയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അങ്ങനെ
ഷെയ്ഖ് ജീലാനിന്റെ കഥ പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു കിതാബാണ് ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബ്. ഈ കിതാബിൽ ഷെയ്ഖ് ജീലാനിയുടെ ഒരു വാചകം വളരെ കൃത്യമായ സനദോടുകൂടി പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയാൻ നിങ്ങളടുത്ത് വല്ല തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരാക്കണം. അല്ലാത്ത സമയം നിങ്ങളത് വിശ്വസിക്കുകയാണ് വേണ്ടത്. മൈക്കോട് നിങ്ങളെന്നെ പറഞ്ഞ കഥയാണ്. അതായത് സുലൈമാൻ നബിന്റെ കഥ, മൊയ്തീശങ്ങളെ കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ ആർക്കും മെനഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കഥ. മറ്റതിന് ചരിത്രം എന്നാ പറയുക. ഞാനെല്ലാം പഠിച്ചത് അങ്ങനെ, ചരിത്രം സംഭവിച്ചതിന് ചരിത്രം എന്ന് പറയും, മറ്റേത് കഥ മെനഞ്ഞുണ്ടാക്കുന്നതിന് കഥ എന്ന് പറയും. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ് റസൂലുള്ളാന്റെ ചരിത്രങ്ങള് ബുഹാരിയിലാ വന്ന് ബുഹാരി എഴുതിയാണ്. റസൂൽ ഒരൊറ്റ കിതാബ് എഴുതിയിട്ടില്ല. അതേ സ്ഥാനത്ത് മൊയ്തീശങ്ങൾ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം മൊയ്തീശങ്ങളുടെ ജീവചരിത്രം വേണ്ടത് മൊയ്തീശങ്ങളുടെ എഴുതിയ കിതാബില്ല, വേറെ ആരെങ്കിലും എഴുതിയ കിതാബിലല്ല. നമുക്കൊരുപാട് പഠിക്കാം അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ കേട്ടാ. ഒരുപാട് നല്ല ബുദ്ധിയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചത് ഞാൻ കേട്ടോളൂ. ഇപ്പൊ കഥ എന്നാ പറഞ്ഞ ചരിത്രം എന്നാ പറഞ്ഞിട്ടില്ല. അത് ഇപ്പൊ ഒന്നാമത്തെ വിഷയം. എന്താ കഥയും ചരിത്രം തമ്മിലുള്ള വ്യത്യാസം? ചരിത്രത്തിന് കഥയെന്ന് പറയും സുഹൃത്തെ, നിങ്ങൾ കേട്ടോളൂ. സൂറത്ത് യൂസുഫ്, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. സൂറത്ത് യൂസുഫ്, സൂറത്ത് യൂസുഫ്, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. നാം നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് നബിയെ അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥ, കഥകളിൽ ഏറ്റവും നല്ല കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നബിയെ. യൂസുഫ് നബിന്റെ ചരിത്രം പറയണത്. അപ്പൊ ചരിത്രത്തിന് പറയുന്നു കഥ എന്ന് പറയും. മെനഞ്ഞുണ്ടാക്കുന്ന കഥയുണ്ട്, യാഥാർത്ഥ്യ കഥയുണ്ട്. കേട്ടോളൂ നിങ്ങൾ. അപ്പൊ ആ അർത്ഥത്തിലാണ് കഥ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സുലൈമാൻ നബിന്റെ കഥ റസൂൽ പറഞ്ഞപ്പോ മെനഞ്ഞുണ്ടാക്കിയത് റസൂലുള്ള നിങ്ങൾ പറയുമ്പോ അവിടെ കൂടി വരുമല്ലോ. സുലൈമാൻ നബിന്റെ കഥ നബി പറഞ്ഞ അതേ കഥ എന്ന വാക്കാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ചരിത്രം പറഞ്ഞതിന് കഥ എന്ന് ഞാൻ പ്രയോഗിച്ചത്. ഇത് കഥ എന്നത് കള്ളക്കഥയും മെനഞ്ഞുണ്ടാക്കിയ കഥയാണെങ്കിൽ സുലൈമാൻ നബിനെ പറ്റി റസൂലുള്ള പറഞ്ഞത് മെനഞ്ഞുണ്ടാക്കി എന്ന് പറയേണ്ടി വരുന്നത് മഅാദല്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമ്മുടെ നാക്കിനെയും മനസ്സിനെയും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ അത്തരം ചേർക്കുന്നതിൽ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതല്ല സഹോദര, കഥ എന്ന് പറഞ്ഞാൽ ചരിത്രം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. ആ പ്രയോഗത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു വാക്ക് വിളിച്ചിട്ട് അങ്ങനെ പറയാം, ആ വാക്കിൽ ഒരു തെറ്റുമില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കുറെ കിതാബുണ്ടല്ലോ, അതിലല്ലേ പറയണ്ടേ? രണ്ടാമത് പ്രസക്തമായ ചോദ്യം. ആളുകൾ പഠിക്കട്ടെ, അങ്ങനെ ചോദിക്കട്ടെ. അങ്ങനെയാ മുജാഹിദുകളും വേണ്ടത്. ആളുകൾ അറിയുന്ന വിചാരിച്ചിട്ട് അവർ ചോദിക്കാതെ സംവാദത്തിനുണ്ടോ നോക്കണം. ആ സംവാദം ഒന്നും ഇവിടെ വേണ്ട. ആ ജാതി ഓലപ്പുണ്ടാക്കുന്ന കാണിച്ച് നിങ്ങൾ പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് ഓലപ്പാമ്പ് കണ്ടിട്ട് വന്നതാ. നല്ല ചോദ്യം, സുഹൃത്തിന് സ്വാഗതം ചെയ്യുകയാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ചരിത്രം മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കിതാബിൽ പറഞ്ഞിട്ടില്ലല്ലോ. ശിഷ്യന്റെ ശിഷ്യനല്ലേ പറഞ്ഞത്, ശിഷ്യൻ പറഞ്ഞു കൊടുത്തല്ലേ എന്ന്. എന്തെങ്കിലും കേട്ടോളൂ. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ എത്ര കഥകൾ, എത്ര ചരിത്രങ്ങൾ സഹാബത്ത് പറഞ്ഞത് ബുഖാരിയിലുണ്ട്, നബി പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ കൂടെ പോകുമുണ്ടാകുന്ന കയ്യിൽ ഉറവ പൊട്ടിയൊലിച്ച സംഭവം, ചരിത്രം, കഥ, അതാരാ പറയുന്നത്? നബിയുടെ കൂടെ യാത്ര പോയ ജാബിറ പറയുന്നത്. എന്താ നബി പറയാത്തത് എന്ന് ചോദിക്കണ്ട. ശിഷ്യന്മാരാ കഥ പറയാ, ചരിത്രം പറയാ. ഇനി സ്വന്തം ചരിത്രം പലപ്പോഴും എഴുതൂല. അധികം ആളുകളും സ്വന്തം ചരിത്രം എഴുതൂല. സ്വന്തം പാഠങ്ങളും അറിവുകളുമാണ് എഴുതുക. അവരുടെ ചരിത്രം ശിഷ്യന്മാരാ എഴുതുക. ഉദാഹരണം, മഹാനായ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ചരിത്രം ഇതാ 400 പേജുള്ള പുസ്തകം, അറബിയിലുള്ള കിതാബ് ഒരു അറബി എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ശംസുൽ ഉലമ അല്ല എഴുതിയത്. ശംസുൽ ഉലമയുടെ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ശംസുൽ ഉലമ എഴുതിയിട്ടില്ലല്ലോ. ശംസുൽ ഉലമ അറിവും മറ്റൊക്കെ ലേഖനം എഴുതി, പുസ്തകം എഴുതി, തന്റെ ചരിത്രം എഴുതിയിട്ടുണ്ടാകൂല, തന്റെ കഥ എഴുതിയിട്ടുണ്ടാകൂല. എന്നാൽ ചില ആളുകൾ തന്റെ ചരിത്രം എഴുതുകയും ചെയ്യും. അത് ഗുണപാഠമുണ്ട്. അങ്ങനെ ഒരാൾ തന്റെ ചരിത്രം തന്നെ എഴുതാൻ പറ്റുമോ ഇല്ലേ? പണ്ഡിത ലോകത്ത് തർക്കമുള്ളൊരു വിഷയം. ഗുണപാഠമുണ്ടെങ്കിൽ എഴുതാമെന്നാണ്. പക്ഷെ ഷെയ്ഖ് ജീലാനി തന്റെ ചരിത്രം എഴുതിയതുകൊണ്ട് എഴുതാത്ത ഭാഗങ്ങളുണ്ട്. തന്റെ ജീവിതത്തിൽ അനർഘങ്ങളായ നിമിഷങ്ങൾ ശിഷ്യന്മാരാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഒരുപാട് സംഭവങ്ങൾ ശിഷ്യന്മാരാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ആളുകളുടെയും ചരിത്രങ്ങൾ തന്റെ ശിഷ്യന്മാരാണ് എഴുതാറുള്ളത് എന്നതുപോലെ. എന്നാൽ ചില ആളുകൾ ആത്മകഥ എഴുതും. ആത്മകഥ എഴുതാത്തവരാണ് ബഹുഭൂരിഭാഗവും. അങ്ങനെയാണ്. ഇമാം ഷാഫിന്റെ ആത്മകഥ ഇമാം ഷാഫി എഴുതി
കിട്ടിയിട്ടില്ല. ഇമാം ഷാഫിന്റെ ചരിത്രം നമുക്കറിയാം. അത് കഥ മെനഞ്ഞുണ്ടാക്കിയൊന്നുമല്ല, ശിഷ്യന്മാർ അനുഭവം പറയുകയാണ്. മുഅ്മിനീങ്ങൾ അത് വിശ്വസിക്കും. കാരണം മുഅ്മിനീങ്ങളാണ് പറയുന്നത്. ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ വലിയ ആലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. അതുപോലെ ഷെയ്ഖ് ജീലാനിയുടെ ശിഷ്യൻ, ആ ശിഷ്യൻ ആരാ പറഞ്ഞത്, എവിടെന്നാ പറഞ്ഞത്, എപ്പോഴാ പറഞ്ഞത്, ആരോടാ പറഞ്ഞത് എന്ന് വളരെ കറക്റ്റായി അതുണ്ടോ നിങ്ങൾ ചോദിക്കുക. അതാ വേണ്ട, എന്നാൽ ഞങ്ങളത് പറഞ്ഞു ഓരോന്നും. അതാണ് കറക്റ്റ്. അല്ലാതെ അവനവന്റെ കഥ പറഞ്ഞാലേ സ്വീകരിക്കുള്ളൂ, വേറെ ആളെ പറ്റി പറഞ്ഞാൽ സ്വീകരിക്കില്ല എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഭംഗത്തരമാണ്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് റസൂലുള്ളാന്റെ ഇത് ഹദീസിലുള്ളത് ബുഹാരി എഴുതിയതാണ്. റസൂൽ വേറൊരു കിതാബ് എഴുതിയിട്ടില്ലല്ലോ. റസൂലുള്ളാന്റെ ചരിത്രം റസൂലുള്ളാന്റെ കൈകൊണ്ട് എഴുതിയിട്ടില്ല. മൊയ്തീശക്കങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അതിലല്ലേ വരേണ്ടത്. റസൂലും മൊയ്തീശക്കങ്ങൾ ഒരുപോലെയല്ലല്ലോ. റസൂലുള്ളാക്ക് വഹി വരുന്നത് അത് ഖുർആൻ മനഃപ്പാഠമാക്കി ജനങ്ങളോട് പറഞ്ഞ് അവിടുത്തെ സഹാബികളോട് പറഞ്ഞു കൊടുത്ത് അവർ മനഃപ്പാഠമാക്കി പിന്നെ പല ഓലകളിലും മറ്റും എഴുതി റെക്കോർഡാക്കിയത്. അതുപോലെയല്ല ഇത്. റസൂലുള്ളാന്റെ ചരിത്രത്തിന്റെ കാര്യം പറയുമ്പോൾ മൊയ്തീശക്കങ്ങളുടേതും ഒരുപോലെ കൂട്ടാൻ പറ്റില്ല. കാരണം റസൂലുള്ളാക്ക് വഹി വരുന്നുണ്ട്, മലക്കിറങ്ങുന്നുണ്ട്. മൊയ്തീശക്കങ്ങൾക്ക് മലക്കിറങ്ങിയിട്ടില്ല. പക്ഷെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഇത് ഓവറാന്നുള്ള കാര്യം എഴുതിയ ആൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് ഭാഷ മാറ്റി പ്രയോഗിച്ചാൽ ഞാനും ഭാഷ മാറ്റേണ്ടി വരും. നിങ്ങൾ നല്ല നിലക്കാണ്, ഞങ്ങൾ നല്ല നിലക്ക് പറഞ്ഞു തരും കേട്ടാ. നിങ്ങൾ ശൈലി അങ്ങ് വിടുക, അറിയാൻ വേണ്ടി ചോദിച്ചാ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓരോ നമ്പർ ഇട്ട് ഞാൻ പറഞ്ഞു. ഒന്ന് അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചരിത്രം എഴുതാത്തത് കൊണ്ടാണ് ശിഷ്യന്മാർ എഴുതിയത്. അതുകൊണ്ട് ശിഷ്യന്മാർ എഴുതിയ ചരിത്രം, സഹാബികൾ എഴുതിയ ചരിത്രം റസൂലുള്ളാഹിന്റെ ചരിത്രമായി വരുന്നത്. നബി എഴുതുന്ന ആളായിരുന്നുവെങ്കിൽ, ഒരു കിതാബ് എഴുതുന്ന ആളായിരുന്നുവെങ്കിൽ നബി തങ്ങളുടെ ചരിത്രം നബിക്കേ പറഞ്ഞുകൂടൂ. ഇത് ലോകത്ത് ഒരാളും പറയാത്ത, ഒരാളും അംഗീകരിക്കാത്ത കാര്യമാണ്. ഉമർ മൗലവിന്റെ ചരിത്രം ഉമർ മൗലവി ചിലപ്പോൾ എഴുതാത്തതായിരിക്കും ബഹുഭൂരിഭാഗം എഴുതിയെങ്കിൽ പോലും ഉമർ മൗലവിന്റെ ചരിത്രം ഉമർ മൗലവി എഴുതാത്തതായിരിക്കും ബഹുഭൂരിഭാഗവും. ഇനി സ്വന്തം ചരിത്രം തീരെ എഴുതാത്ത, ആത്മകഥ തീരെ എഴുതാത്തവരായിരിക്കും ബഹുഭൂരിഭാഗവും. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചരിത്രം കൂടുതലുള്ള ആളുകളെല്ലാം എഴുതുക, തങ്ങൾ ആത്മകഥ എഴുതിയിട്ടില്ല. എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഉമർ മരിച്ചു പോയിട്ടുണ്ട്. ആകെ ഒരു പേരങ്ങാറ്റ ആത്മകഥ ഇല്ലേ, ആത്മകഥ എഴുതുക. അപ്പൊ എന്നതുപോലെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ശിഷ്യന്മാർ പകർത്തി. ഷെയ്ഖ് ജീലാനിയിൽ നിന്ന് കണ്ടത് ശിഷ്യന്മാർ പകർത്തി. രണ്ട് രീതിയിൽ പകർത്തിയിട്ടുണ്ട്. ഒന്ന് അവരെഴുതി, മറ്റൊന്ന് അടുത്ത ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ ശിഷ്യന്മാർ പകർന്നു. അതാണ്, അത് ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇനി നിങ്ങൾ പറയേണ്ടത് ഷെയ്ഖ് ജീലാനി പറഞ്ഞു എന്ന് പറയുന്ന ആ സനദിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, അതിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. എന്താണ് ഇതിൽ തെറ്റ്, ആരാണ് അതിൽ പറഞ്ഞത്, എപ്പോഴാ പറഞ്ഞത് നിങ്ങൾ പറയും. ആരാണ് അതിൽ കള്ളരുള്ളത്, ആരാണത് അവിശ്വസനീയമായുള്ളത്. ചരിത്രം പറയുമ്പോൾ സനദ് വരെ വേണ്ട, ചരിത്രം പറയാം. ഇസ്ലാമിൽ ചരിത്രം സ്ഥിരപ്പെടാൻ എന്താ വേണ്ടത്, ചരിത്രത്തിന്റെ ഹുക്മെന്താ, അതിന്റെ നിയമം എന്താ, അത് പഠിച്ചാൽ അതിന് ഇത്ര ഗണ്യമായ തെളിവ് പോലും സനദ് പോലും വേണ്ടതില്ല. എന്നിട്ട് പോലും ഇതിന് സനദുണ്ട്, വളരെ കൃത്യമായ സനദുണ്ട്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് മൊയ്തി ശേഖിന് മലക്കൊന്നും ഇറങ്ങൂലല്ലോ. നിങ്ങൾ തീരെ എന്റെ വയല് കേട്ടിട്ടില്ല, എന്റെ പ്രാമുഖ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ നീങ്ങില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളതിൽ ഇടപെടില്ല. പറഞ്ഞോട്ടെ, നിങ്ങളുടെ കസാലിരിക്കും. ഞങ്ങൾ ഫ്രീഡം മൂപ്പർക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ പറയട്ടെ, ഞാൻ പറയട്ടെ, ആരും കയ്യിലെടുക്കരുത്. അദ്ദേഹത്തിന് ഉപയോഗം നിങ്ങൾ പറയല്ലേക്ക, നിങ്ങൾ പറയും. അത് ഞാൻ പറയാനല്ലേ ഞാൻ നിൽക്കണത്, അത് ഞാൻ പറയും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയണ്ട, നിങ്ങളവിടെ ഇരിക്കും കേട്ടാ. ഇന്നിപ്പോ ഞാനാ മയക്കുന്നത്, അല്ലെങ്കിൽ ഇസാഖ് ഫേസിയോ പിന്നെ ഹൈദർ ഫേസിയോ റഹീം ഫേസിയോ പറയും. അള്ളാഹുവിന്റെ റസൂലിന് മലക്ക് വരുത്തുന്നുണ്ട്, മൊയ്തി ശേഖിന് മലക്ക് വരൂല. എന്തുകൊണ്ട് വരൂല? വരാൻ പാടില്ല എന്നാണോ? വരൂല എന്ന് പറഞ്ഞാൽ വരാൻ പാടില്ല എന്നാണോ? മൊയ്തി ശേഖിനോടൊരു മലക്ക് വന്നിട്ട് സംസാരിക്കാമോ? മൊയ്തി ശേഖിനോടൊരു മലക്ക് വന്ന് സംസാരിക്കുന്നതിന് ഇസ്ലാമിക പ്രമാണത്തിൽ വല്ല തെറ്റുണ്ടോ? ഇത് പരിശോധിക്കണം, ഇസ്ലാമിന്റെ പ്രമാണം പരിശോധിക്കണം. ഇസ്ലാമിന്റെ പ്രമാണം കൃത്യമായി പഠിച്ചാൽ സഹോദരന് മനസ്സിലാകും. മുഹീദ്ദീൻ ശേഖിന്റെ അടുത്ത് മലക്ക് വരാം, മുഹീദ്ദീൻ ശേഖിന്റെ അടുത്ത് മലക്ക് വന്ന് സംസാരിക്കാം, ഇൻഫർമേഷനുകൾ കൊടുക്കാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഒരു വലിയാണ് എന്ന് തന്നെ. വലിയ അല്ലെങ്കിൽ പോലും സാധാരണക്കാരുടെ ഇടയിൽ മലക്കുകൾ വരും. സ്വഹാബത്ത് മലക്കിനെ കണ്ട ധാരാളം സംഭവങ്ങൾ, നേരിട്ട് മലക്കിനെ കണ്ട് സംസാരിച്ച സംഭവങ്ങൾ ബുഖാരി അടക്കമുള്ള ഹദീസുകളിൽ കാണാം. ഇനി നിങ്ങൾ നോക്കൂ, ഞാനിവിടെ ഒരുപാട് ആയത്തുകൾ ഓതിയിട്ടുണ്ട്.
ഖുർആന് വലിയകൾക്ക് മലക്കിറങ്ങി മലക്ക് അവരോട് സംസാരിച്ച ഒരു കഥ ഞാൻ പറയാം. സൂറത്ത് മറിയം അലൈഹിസ്സലാം. മറിയം ബീവി എന്തായാലും നബിയല്ലല്ലോ, കാരണം നബിമാരൊക്കെ ആണുങ്ങളല്ലേ, നബിച്ചില്ലല്ലോ. മറിയം ബീവി നബിയല്ല, വലിയ. പക്ഷെ ആ മറിയം ബീവിന്റെ അടുത്ത് എത്ര തവണയാ മലക്ക് വന്ന് സംസാരിച്ചത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇമ്രാൻ, സൂറത്ത് മറിയം പോലുള്ള സൂറത്തുകളിൽ ധാരാളം ആ സംഭവം വിശദീകരിച്ചത് കാണാം. ഒന്ന് രണ്ട് ആയത്തുകൾ നിങ്ങളോട് ഞാൻ പറയാം. മറിയം ബീവിയോട് പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബിക്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറയാണ്, മറിയമേ ഞാൻ ആരാണെന്നറിയുമോ? ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് തിരികെ സൂറത്ത് മറിയമിന്റെ 19-ാമത്തെ വചനം 20-ാമത്തെ വചനം, ഇന്നമാ അന റസൂലു റബ്ബിക്. മറിയമേ ഞാൻ ജിബ്രീലാണ്. മറിയം ബീവിന്റെ അടുത്ത് മലക്ക് വന്നിട്ട് വലിയതാണ്. മറിയം ബീവി ഒരു വലിയതാണ്. മറിയമിനോട് പറയാണ്, ഖുനുതീ ലിറബ്ബികി വസ്ജുദീ വർക്കഈ. മറിയമേ നിസ്കരിച്ചോ, ഇബാദത്ത് വർദ്ധിപ്പിച്ചോ. ഇതാരാ പറയണത്? ഇത് ഒരു മലക്കല്ല, ഇത് കുറെ മലക്ക്. വൈദ് ഖാലത്തിൽ മലായിക, മലക്കുകൾ കൂട്ടത്തോട് മറിയം ബീവിനോട് വന്നിട്ട് പറഞ്ഞു, യാ മറിയം. സൂറത്ത് മറിയമിന്റെ 20-ാമത്തെ വചനം, വൈദ് ഖാലത്തിൽ മലായിക, മലക്കുകൾ കൂട്ടത്തോടെ മറിയമിനോട് വന്ന് പറഞ്ഞു, യാ മറിയം, യാ മറിയം, ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅർ റാകിഈൻ. മറിയമിന് മാത്രമല്ല, ഇനി വേറെയുണ്ട്. മൂസാ നബിന്റെ ഉമ്മ, വഔഹൈനാ ഇലാ ഉമ്മി മൂസ. മൂസാ നബിന്റെ ഉമ്മാക്ക് ഞാൻ വഹി കൊടുത്തു. വഹി മലക്കുകൾ മുഖേനയാണല്ലോ. അപ്പൊ മുഹ്യിദ്ദീൻ ശൈഖ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയന്റെ അടുത്ത്, വലിയമാരടുത്ത് മലക്കുകൾ വരാറുണ്ട്. മലക്ക് ഒരുപാട് സ്ഥലത്ത് വ്യത്യസ്ത രൂപങ്ങളിൽ വരുന്നത് ഒരു രൂപമാണിത്. വേറെ ഒരുപാട് രൂപമുണ്ട്. അത് അദ്ദേഹം പറഞ്ഞു, മലക്ക് ഇവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇൽമിന്റെ മജ്ലിസിൽ വരെ മലക്കുണ്ടാവും. അത് വേറെ രീതിയാ. നമ്മളോട് അവർ സംസാരിക്കുന്നു, കാണുന്നൊന്നുമില്ല. എന്നാ മലക്കുകളെ കാണാമോ? കാണാം. ബുഖാരിയും മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. അതാണ് നിങ്ങളേതാ ബൈത്തുവാടി? ഏതാ ബൈത്തുവാടി? എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. അത് മലക്ക് പറഞ്ഞു കൊടുത്തൊരു വിവരം. ഇനി അതെന്താ പറഞ്ഞത്? പിന്നെ അവമാനം പറയാം. പിന്നെ അത് മണ്ണാർക്കാട് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഒരുപാട് ആളുകൾ ലോകത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ദിവസവും ക്ലാസ്സിലുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ആവർത്തന വിശദീകരിക്കാത്തത്. ഇനി അതിന്റെ വിശദീകരണം ഞാൻ തരും. അല്ല ഉസ്താദേ, അത് ഖുർആനിലുണ്ടല്ലോ, മറിയം ബീവിനോട് സംസാരിച്ചതും അതൊക്കെ. ഇതിനെന്താ തെളിവ്? മലക്ക് വന്ന് സംസാരിച്ചതുള്ളതിന്റെ തെളിവ് വേണ്ടേ? നിങ്ങൾ പാടി പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. ഖുർആനും ഹദീസും ആണ് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ. മുസ്ലിങ്ങൾക്ക് പറയാൻ തറക്തു ഫീക്കും അംറയില്ല പറഞ്ഞ് അള്ളാന്റെ റസൂല്. ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ മാതൃക. അതിലുണ്ടെങ്കിലല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. അദ്ദേഹം ഇവിടെ രണ്ട് മറുപടി അർഹിക്കുന്നു, രണ്ട് വിഷയത്തിൽ. ഒന്ന്, തറത്ത് ഫീക്കും അമ്മി, രണ്ട് കാര്യം വരുന്നു. അപ്പൊ അതിലുണ്ടെങ്കിലേ വിശ്വസിക്കാൻ പറ്റും. അത് തെറ്റാണ്. ഒന്ന് കുറച്ചുകൂടിയുണ്ട്. രണ്ടാമത്തത്, മറിയം ബീവിന്റെ കഥ ഖുർആനിലുള്ളതുകൊണ്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാ മൊയ്തി ശേഖരന് ഉണ്ടോ എന്ന് ഖുർആനിലുണ്ടോ? മൊയ്തി ശേഖരന് ഉണ്ടോ എന്ന് ഖുർആനിലുണ്ടോ? ഉണ്ടോ? ഖുർആൻ ഇറങ്ങി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് മൊയ്തി ശേഖ് വന്നത്. മൊയ്തി ശേഖ് ഉണ്ടെന്ന് തന്നെ ഖുർആനിലില്ല. അതല്ലേ മൊയ്തി ശേഖിന്റെ ചരിത്രം ഖുർആനിലുണ്ടാകുക. പിന്നെ എങ്ങനെയാ മൊയ്തി ശേഖിന്റെ ചരിത്രം നമ്മൾ സ്വീകരിക്കുക? അതിനുള്ള മാനദണ്ഡം എന്താണ്? അത് കേട്ടോളൂ, ശരിക്കും കേട്ടോളൂ. രണ്ട് വിഷയം. ഒന്നാമത്തെ വിഷയം, തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമ. ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം വിട്ടേച്ചു പോകുന്നു. അത് രണ്ടും നിങ്ങൾ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴക്കൂല. ഖുർആനും സുന്നത്തും. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അന്നല്ല, അത് മാത്രമേ ഉള്ളൂ എന്നല്ല, അതിന്റെ അപ്പുറത്തായത്തുകൂടി ഓതണം. സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? അത്തീഉല്ലാഹ് വഅത്തീഉർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വഇലർ റസൂൽ. അത്തീഉല്ലാഹ് ഖുർആൻ പഠിക്കണം, വഅത്തീഉർ റസൂൽ ഹദീസ് നിങ്ങൾ പഠിക്കണം, വഉലിൽ അംരി മിൻകും ഇജ്മാഅ് പഠിക്കണം. ഇജ്മാഅ് ഖുർആനും സുന്നത്തും. ഇജ്മാഅ് ഖുർആനിൽ ഒരു കാര്യം കാണുന്നില്ല, ഹദീസിലും ഒരു കാര്യം കാണുന്നില്ല, ഇജ്മാഅ് ഏതായാലും അതിനെ പറ്റിയില്ല. അങ്ങനെ വന്നാൽ ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾ വല്ലതിലും തർക്കിച്ചാൽ
ഖുർആനിലോ ഹദീസിലോ ഇജ്മായിലോ ഉണ്ടെങ്കിൽ പിന്നെ മുഅ്മിനീങ്ങൾ തർക്കിക്കൂല, സ്വീകരിക്കുക വേണ്ടേ. പിന്നെ സ്വീകരിക്കാന്ന് പിന്നെ തർക്കിക്കുന്നതിന് പ്രസക്തിയില്ല. അതിലൊന്നും ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനെന്താണ് തീരുമാനമെന്ന് തർക്കം വരും. തർക്കിക്കണ്ട. ഫർദൂഹു ഇലല്ലാഹി വഇലാ റസൂൽ. ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ മടക്കുക, അഥവാ അതിനോട് താരതമ്യപ്പെടുത്തുക, ഖിയാസാക്കുക. അപ്പൊ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ 4 എണ്ണമാണ്: ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇതാണ് പ്രമാണം. ഇനി കേട്ടോളൂ നിങ്ങൾ, ചരിത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ചരിത്രം പറയാൻ അത് ഖുർആനിൽ നിന്ന് തന്നെ വേണമെന്നില്ല. ഖുർആനിൽ ചരിത്രമുണ്ട്, ഖുർആനിൽ ചരിത്രം പറയാത്തതാണ് കൂടുതൽ. ഹദീസിൽ ചരിത്രമുണ്ട്, ഹദീസിലും പറയാത്തതായിരിക്കും പിൽക്കാലത്ത് വരുന്ന ചരിത്രങ്ങൾ. ഇപ്പൊ സഹാബത്തിന്റെ ചരിത്രം, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ വിവരങ്ങൾ, അത് ഖുർആനിലില്ല, ഹദീസിലുമില്ല. നമ്മളെങ്ങനെ സ്വീകരിക്കുക? റസൂലുള്ളാഹി പറഞ്ഞതല്ലേ ഹദീസ്, ഹദീസിലില്ല. അപ്പൊ എങ്ങനെ സ്വീകരിക്കും? ഇനി താബിഈങ്ങളുടെ ചരിത്രം നമ്മളെങ്ങനെ സ്വീകരിക്കും? ഖുർആനിലില്ല, ഹദീസിലുമില്ല. കാരണം ഖുർആനിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് താബിഈങ്ങൾ വരുന്നത്, അവരുടെ ചരിത്രമില്ല. അപ്പൊ എങ്ങനെ സ്വീകരിക്കുക? ആ ചരിത്രം രേഖപ്പെടുത്തി വന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ള ചരിത്രങ്ങൾ വരുമ്പോൾ ഇവിടെ നമ്മൾ ഖുർആനുമായി തട്ടിച്ചു നോക്കുന്നതിനെന്നറിയോ? ഇസ്ലാമിന് വിരുദ്ധമായി വരുന്നുണ്ടോ? ഇത് ഇസ്ലാമിന് വിരുദ്ധമുണ്ടോ? ഖുർആന് എതിരുണ്ടോ? ഇതിൽ വല്ല ശിർക്കുണ്ടോ എന്ന് പറയുമ്പോഴാണ് ഖുർആനോട് തട്ടിച്ചു നോക്കുന്നത്. ഇപ്പൊ മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രത്തിന് സമാനമായ സംഭവങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ചരിത്രത്തിലുണ്ട്. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും കറാമത്തും മോചിയത്വം ഉണ്ടാകും. ആ മോചിയത്വം കറാമത്തും ഇന്നും ഒരു വലിയുണ്ടാവാം. ശ്രദ്ധിക്കൂ നിങ്ങൾ. ഉദാഹരണത്തിന് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ ഒരു വിളി വിളിച്ചു, യാ സാരിയ. ആ 1000കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള നഹാവത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സാരിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ വെച്ച് ശത്രു സൈന്യം വരുമ്പോൾ മൂപ്പർ അത് കാണുന്നില്ല. പക്ഷെ മദീനത്തെ പള്ളിയിലെ മെമ്പറും വന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങളത് കണ്ടു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ സാരിയ, സാരിയത്തെ, അൽ ജബൽ, വേക്കിൽ മലയുണ്ട്, മലന്റെ പിറകിൽ ആളുണ്ട്, അങ്ങോട്ട് നോക്കൂ. സാരിയത്ത് തിരിഞ്ഞു നോക്കി, അവരെ വിരട്ടി ഓടിച്ചു. ടിവിയില്ല, ചാനലില്ല, ഫോണില്ല. എങ്ങനെ കണ്ടു, എങ്ങനെ വിളിച്ചു? ഇതിന്റെ പേര് കറാമത്ത് എന്നാണ്. ഈ കറാമത്ത് ശ്രദ്ധിക്കണം. ഈ കറാമത്ത് ഇത് രേഖപ്പെടുത്തുന്നത് ഖുർആനിൽ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ കറാമത്തില്ല. അതുപോലെ തന്നെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമാണ് നബി തങ്ങളുടെ വാക്ക് പ്രവൃത്തിയെ ഊനാനുവാദം, അതാണ് ഹദീസ്. ഇത് സഹാബത്ത് രേഖപ്പെടുത്തുന്നു ഈ ചരിത്രം. ഇനി താബിഈങ്ങളുടെ ചരിത്രം താബിഈങ്ങൾ രേഖപ്പെടുത്തും. അപ്പൊ ചരിത്ര ഗ്രന്ഥമാണ് അവിടെ നമുക്ക് സ്വീകാര്യത. ഈ ചരിത്രത്തിന് വിരുദ്ധമായി ഖുർആനിലുണ്ടോ? ഇതുണ്ടാകാൻ പാടില്ലെന്ന് ഖുർആനിലുണ്ടോ? അന്ന് നോക്കാനാണ് ഖുർആനുമായി നമ്മൾ തട്ടിച്ചു നോക്കുന്നത്. അല്ലാതെ ഖുർആനിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമില്ലല്ലോ, മൊയ്തീൻ ശൈഖിന്റെ ചരിത്രമില്ലല്ലോ എന്ന് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖിന്റെ ഖുർആനിലില്ല. മൊയ്തീൻ ശൈഖ് ഉണ്ട് തന്നെ ഖുർആനിലില്ല. ഇനി ഞാനും ഇങ്ങളും ഉണ്ടെന്ന് ഖുർആനിലില്ല. ഒരു വലിയന്റെ കറാമത്താണ് അത്, മുഅ്മിനീങ്ങൾക്ക് പാഠമാണ്. ഇനിയും ആ കറാമത്തുണ്ടാകാം. ഒരു വലിയനങ്ങനെ കറാമത്തുണ്ടാകാം. ഇനിയൊരു വലിയ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു വലിയ ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഇമാം മഹദി എന്ന് പറയുന്ന യുവാതി ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മി അബീ. എന്റെ ബാപ്പാന്റെ പേര് അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേരാണ്, എന്റെ പേര് അദ്ദേഹത്തിന്റെ പേരാണ്. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വരാനുണ്ട്. ആ മനുഷ്യന്റെ കറാമത്തുകൾ പറയുന്നുണ്ട്. റൗള ശരീഫിൽ മൂപ്പർ വരും, എന്നിട്ട് വിളിക്കും, എന്നെ വിളിക്കും, ലൗജീബന്നഹു, അബുർന്ന് ഞാൻ ആ മനുഷ്യന് ഉത്തരം നൽകും എന്നൊക്കെ ഇമാം മഹദിയെ സംബന്ധിച്ച്, ഈസാ ഇബ്നു മറിയമിനെ സംബന്ധിച്ചുള്ള മുഅ്ജിസത്തുകളും കറാമത്തുകളും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പോകുന്ന വലിയനെ പറ്റി പറയുന്നുണ്ട്. പല കറാമത്തുകളും മൂപ്പരുടെ കാണിക്കും. അപ്പൊ അതൊന്നും ഖുർആനിലില്ലെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരു വലിയ കറാമത്തുണ്ടാകാം. അത് രേഖപ്പെടുത്തേണ്ടത് നമ്മളാണ്. മമ്പർദങ്ങളുടെ കറാമത്ത് മമ്പർദങ്ങളുടെ കാലക്കാരെ രേഖപ്പെടുത്തുക. അപ്പൊ ഷെയ്ഖ് ജീലാനിന്റെ ചരിത്രം ഷെയ്ഖ് ജീലാനിയുടെ ശിഷ്യന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, സനദോടെയുണ്ട്. സനദിൽ വല്ല സംശയമുണ്ട് ചോദിച്ചോളൂ, ഞങ്ങൾ പറയും. നമുക്കൊരു പൊതു സ്വഭാവമാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുമ്പോൾ സ്വാഭാവികമായും എവിടെ വായിച്ച് കേൾക്കാൻ വി ആർ ലിസൺ ടു റിപ്ലൈ. അടുത്ത ചോദ്യം എന്താണ് ചോദിക്കേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കുക. മറിച്ച് ഉത്തരം പറയുമ്പോൾ അത് ശ്രദ്ധിക്കാൻ നിൽക്കില്ല. സമയം 10 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരൻ പരമാവധി ഉത്തരം പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും രണ്ടാമത്തെ ചോദ്യത്തിന് ശ്രമിക്കുകയും ചെയ്യുക. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. സമയം 10 മിനിറ്റ്.
നിങ്ങൾ തന്നെ പറഞ്ഞ് ഖുർആന് വിരുദ്ധമായ ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. സനത് ഉണ്ടായാലും ഇല്ലെങ്കിലും ഖുർആന് വിരുദ്ധമാണ്. വല്ല നീലത്തീനും എന്നെ വീളിപ്പോർക്ക് വായ്മൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. അള്ളാഹു പറയുന്നത് അള്ളാഹ്ക്കല്ലാതെ ഒരു മഹലൂക്കിനും ഉത്തരം നൽകാൻ സാധിക്കില്ല. അള്ളാഹു മാത്രമേ ഉത്തരം നൽകുന്നവരുള്ളൂ. നിങ്ങൾ ഖുർആന് വിരുദ്ധമായിട്ട് ഇവിടെ സംസാരിക്കുകയും ചെയ്തു. അതിനൊന്ന് മറുപടി വന്നാൽ. രാമായണം തേച്ച് വായിച്ചിട്ട് സീതയും രാമനും തമ്മിലുള്ള ബധ അറിയാത്ത ഒരു പാവ സാധുവിനെ ഓർമ്മ വരികയാണ് എനിക്ക്. ഖുർആൻ വല്ല നിലത്തുനിന്നും എന്നെ വിളിക്കോർക്ക് എന്നുള്ളത് ഖുർആന്റെ അരവരിയോടും എതിരില്ലാത്ത വിധം ഇയ്യാക നഅ്ബുദൊക്കെ വളരെ മനോഹരമായ ഒരു സഹോദരൻ ചോദിച്ചു വളരെ കൃത്യമായി മറുപടി പറഞ്ഞതാ. അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ എവിടെയോ കുത്തിട്ട് വേറെ ആരെങ്കിലും ചോദ്യകർത്താക്കളുണ്ടോ? ഇനി മറുപടി പറയാ ഇല്ല. ഞാൻ പറഞ്ഞുതരാം. വേറെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടാ? വല്ല നീലത്തുനിന്നും ശ്രദ്ധിക്കുക. വല്ല നീലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടും പുത്തേരം നൽകും ഞാൻ എന്നോവർക്ക് എന്ന് പറയുന്നത് ഖുർആനിൽ 6200 ചില്ലറ ആയത്തുകളിൽ നിന്നും അര ആയത്തിനോട് പോലുമോ ലക്ഷക്കണക്കിന് വന്ന ഹദീസുകളിൽ നിന്ന് അര ഹദീസിനോടോ അത് എതിരില്ല. എങ്ങനെ എതിരില്ല? ഇവിടെ ഞാൻ വളരെ വസ്തുനിഷ്ഠമായി വിശദീകരിച്ചത് സഹോദരന് വേണ്ടി ഒന്നും കൂടി വിശദീകരിക്കും. വളരെ ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളൂ. എന്താണ് ഈ വല്ല നിരത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടും ഉത്തരം നൽകുമെന്ന് ഷെയ്ഖ് ജീലാനി പറഞ്ഞത്? ഷെയ്ഖ് ജീലാനിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു കറാമത്താണ്. എവിടെ നിന്ന് വിളിച്ചാലും കേട്ടുത്തരം നൽകാൻ ഷെയ്ഖ് ജീലാനിക്ക് അല്ലാഹു കൊടുത്തു എന്ന് ഷെയ്ഖ് ജീലാനി പറയുന്നു. വമാ ഖുൽതു ഹത്താ ഖീല കുല്ലി വലാ തഖഫ് വഅൻത വലിയ്യുൻ ഫീ മഖാമിൽ വിലായത്തി. ഉബർലെ പറഞ്ഞു ഷെയ്ഖ് ജീലാനിന്റെ കിതാബിൽ എന്താ ഉദ്ധരിക്കാത്തത്? കേട്ടോളൂ, ഷെയ്ഖ് ജീലാനിന്റെ കിതാബ് ഇത് ഷെയ്ഖ് ജീലാനിന്റെ കിതാബാ. ഇതിൽ 159 പേജിൽ ഷെയ്ഖ് ജീലാനി ചൊല്ലിയ ബൈത്തുണ്ട്. അതിൽ പറയാണ് വമാ ഖുൽതു ഹത്താ ഖീല കുല്ലി വലാ തഖഫ് വഅൻത വലിയ്യുൻ ഫീ മഖാമിൽ വിലായത്തി. ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് നീ പറയേ എന്ന് പറയുമ്പോഴാണ് ഞാൻ പറയും. നീ പറയേ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഓർഡർ വരുമ്പോഴാണ് ഞാൻ പറയൽ. ഏതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. വഹീ വരുമ്പോഴേ നബി പറയും. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ വരുമ്പോഴേ മുഹമ്മദ് ഷെയ്ഖ് പറയും. ഇനി നോക്കൂ, ഓ ഫഅൽതുഹു അൻ അംരി. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണെന്നും അല്ലെന്നും അഭിപ്രായം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഊബർ പറയും വമാ ഫഅൽതുഹു അൻ അംരി സൂറത്തുൽ കഹ്ഫ്. ഞാനൊന്നും എന്റെ വക ചെയ്യൂല, എല്ലാം എനിക്ക് കൽപ്പന വരുമ്പോഴേ ഞാൻ ചെയ്യുള്ളൂ. അള്ളാഹിന്റെ ഭാഗത്ത് കൽപ്പന. അപ്പൊ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്ത ഒരു പദവിയാണ് ദൂരെന്ന് വിളിച്ചാലൊക്കെ കേൾക്കാൻ കഴിയാൻ. അങ്ങനെ ഒരു പദവി കൊടുക്കാമോ അള്ളാഹുവിന്? അള്ളാഹു കൊടുക്കാമോ? ഇത് ശംസുദ്ദീൻ ഫൈസി പറഞ്ഞതുപോലത്തെ ഒരു സ്വഭാവം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആളുകൾക്കൊന്നും മനസ്സിലാട്ടെ, മൂപ്പർക്ക് മനസ്സിലാണില്ലെങ്കിൽ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവൂല. ഇതേ റസൂലുള്ള വയല് പറഞ്ഞപ്പോ എത്ര സഹാബികൾക്ക് തിരിഞ്ഞു, വ്യത്യസ്ത രീതിയിൽ തിരിഞ്ഞു. അബൂജഹലിന്റെ നീരെ തിരിഞ്ഞില്ല. അപ്പൊ ജാലിനാഫി മകലാല് കാതിലും കണ്ണിലൊക്കെ മൂടി വെച്ച് കൂടി. ഖുർആൻ പറയുന്ന മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് അങ്ങനെ ഒരു പദവി അല്ലാഹു കൊടുക്കാമോ? ഖുർആൻ പറയുന്ന കൊടുക്കാം. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അവന്റെ അടിമകൾക്ക് ഇത്ര കൊടുക്കുക എന്നത് ഒരാളും പരിധി വെക്കണ്ടോ? അവൻ പരിധിയില്ലാതെ കൊടുക്കും. മാത്രമല്ല ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, ഇദാ തഖറബ ഇലയ്യൽ അബ്ദു. ഖുദ്സിയായ ഹദീസാണ്. ഒരടിമ എന്നിലേക്ക് സുന്നത്തുകളെ കൊണ്ടെടുത്താൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി. അവൻ എന്റെ കാത് കൊണ്ട് കേൾക്കും എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതും ദൂരമുള്ളതൊക്കെ കേൾക്കുക എന്നത് അള്ളാഹുവിന്റെ കഴിവാണ്. ആ കഴിവ് കൊണ്ട് ഞാൻ എന്റെ അടിമനെ ആദരിക്കും. അവൻ പിടിക്കുന്ന കൈ ഞാനാകും എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളതൊക്കെ പിടിക്കാനും അടുത്തുള്ളതൊക്കെ പിടിക്കാനും അതുപോലെ അസാധാരണമായി പിടിക്കാനുമുള്ള കഴിവ് ഞാൻ എന്റെ അടിമക്ക് കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞത് ഖുദ്സിയായ ഹദീസിൽ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ പിന്നെ ഖുർആനും ഹദീസിന് എതിരില്ല, യോജിക്കുക. ഇനി പിന്നെന്താ? അള്ളാഹു പറയുന്നു എന്നെ വിളിച്ചോളൂ, ഞാൻ ഉത്തരം നൽകും. എന്നെ അല്ലാതെ വേറെ ആരെയും വിളിക്കണ്ടെന്നുള്ള പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ലാ തദ്ഉ മഅല്ലാഹി അഹദൻ പോലുള്ള മുജാഹിദുകൾ ഉദ്ധരിക്കുന്ന ആയത്തുകളുടെ അർത്ഥം അങ്ങനെയല്ല, അത് പച്ച നുണയർത്ഥം. ലാ തദ്ഉ മഅല്ലാഹി അഹദൻ, അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ആരെയും വിളിക്കരുത് എന്ന് ഒരൊറ്റ മുഫസ്സിറും ആകാശത്തിന്റെ തോട്ടം ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞതെന്താ? കഴിഞ്ഞ ഞങ്ങളുടെ സംവാദത്തിന്റെ പരമ്പരകൾ, മുഹയ്യിദ്ദീൻമാരുടെ സംവാദത്തിന്റെ പരമ്പരകളുടെ കേസറ്റ് ഇൻഷാ അല്ലാഹ് ഈ മാസം 12-ാം തീയതി ചപ്പാരപ്പടവിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ അവിടെ ഉത്തരമുണ്ട്. എന്താ? ഈ ഓരോ
ആയത്തും പല സ്ഥലത്തും. പെരിന്തൽമണ്ണയിൽ ഒരു വഹാബി മൗലവി എന്ന് ചോദിച്ചതാണ്, ലാ തദ്ഉ മഅല്ലാഹി അഹദൻ, നിങ്ങൾ അല്ലാഹുവിനോട് പുറമെ മറ്റൊരാളെയും ആരാധിക്കരുത്. അതായർത്ഥം ലാ തദ്ഉ മഅല്ലാഹി അഹദൻ, അല്ലാഹുവിന് കൂടെ നിങ്ങൾ വേറെ ആരെയും ആരാധിക്കരുത്. ഉദ്ഉനി, എന്നെ നിങ്ങൾ ആരാധിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഈ ആയത്ത് പറയുന്നിടത്താണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുആഉ ഉദ്ഉനി എന്ന് പറഞ്ഞ ആയത്തിലെ ദുആ ഹുവൽ ഇബാദ, അത് ഇബാദത്താണ്. അപ്പൊ ഉദ്ഉനി, എന്നെ ആരാധിച്ചോളൂ എന്ന് അർത്ഥം വെക്കണം. അങ്ങനെയാണ്, മനസ്സിലായോ? അദ്ദുആഉ ഉദ്ഉനി എന്ന് പറഞ്ഞ ആയത്തിന്റെ ദുആ അൽ ഇബാദ, അത് ഇബാദത്ത് എന്നാണ് മഅന. അപ്പോ ഖുർആനിലെ ഒരു ആയത്തും ഒരു വാക്ക് പോലും അതുപോലെ ഒരൊറ്റ ഹദീസും ഇതിനെതിരില്ല. എല്ലാം ഇതിന് അനുകൂല. മലായിക്കത്ത് സംസാരിക്കാം, മൂപ്പർക്ക് അങ്ങനെ കറാമത്ത് കൊടുക്കാം. ഇനി എന്താ വ്യത്യാസം? അള്ളേ മോദിശയ്ക്ക് ഒന്നായിപ്പോയോ ഇങ്ങനെ? അതും കൂടി കേട്ടോളൂ നിങ്ങൾ. അള്ളേ മോദിശയ്ക്ക് എങ്ങനെ കേൾക്കുക? ഇത് കേട്ടോട്ട് മോനെ ഒന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ? ഇത് തിരിയട്ടെ, മനസ്സിലാവട്ടെ, മൂപ്പർക്ക് മനസ്സിലാവും. ഇത് കഴിയട്ടെ, നിങ്ങൾ പറയാൻ പറ്റില്ലേ? ഇനി ഖുർആനിലെ ഒരായത്തിന് എതിരില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കേട്ടോളൂ, നിങ്ങൾ കേട്ടോ. ഞാനെന്ന് പറയുമ്പോൾ നിങ്ങളിൽ കയറിയോളൂ. നിങ്ങൾക്ക് പറയാൻ അവസരം തന്നില്ലേ? പറയണം. നിങ്ങൾ ചോദിക്കാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയണോ? ഞാൻ ഓരോന്നും തെളിവടിസ്ഥാനത്തിൽ പറയല്ലേ. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിനും അരയായത്തിനും മൂപ്പർക്ക് എതിരില്ല എന്ന് മാത്രമല്ല, മൂപ്പറിന് അങ്ങനെ ഉണ്ടാകാമെന്നാണ് ഖുർആൻ സുന്നത്തും പഠിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും. എന്റെ പേര് അബ്ദുൽ ഖാദർ, കൊട്ടൂർ സ്വദേശിയാണ്. ഉസ്താദ് പറഞ്ഞ് ഖുർആനിലെ വിരുദ്ധമല്ല മുഹദ്ദിസീനോട് ചോദിക്കുന്നത്. ഖുർആനിലെ സൂറത്ത് അഹ്കാഫിലെ ഒരു ആയത്തിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ അളല്ല മിമ്മൻ യദ്ഉന മിൻ ദുനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇ ആഫിലൂൻ. അതിന്റെ അർത്ഥം ഉസ്താദ് എന്ന് പറഞ്ഞാട്ടെ, എന്തായാലും അർത്ഥം? ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെ നേരത്തെ ചോദിക്കണ്ടല്ലേ? നല്ല പ്രസക്തമായ സമയത്ത് ഈ തല്ലുകൂടിയിട്ട് എന്തെല്ലാം നല്ല നല്ല ചോദ്യങ്ങൾ, ഇതല്ലേ മാന്യത അല്ലേ? നല്ല ചോദ്യവും ഉത്തരവും പ്രമാണവും വിളിച്ചു ആയത്തിന്റെ നമ്പറും ഒക്കെ വെച്ചുകൊണ്ടുള്ള ചോദ്യം. ഇതാണ് ആരോഗ്യകരമായ സംവാദം എന്ന് പറയുന്നത്. ഇതിനാണ് മുജാഹിദുകളും തയ്യാറാവേണ്ടത്. അവർ പേടിച്ച് വാളം വെച്ച് ഓടല്ല വേണ്ടത്. ഒമൻ അദ്ലിമു മിമ്മൻ യദ്ഉ മഅല്ലാഹ് ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. വേണ്ട, ഞാൻ പറയാം. എന്താ നിങ്ങൾ പറയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. എന്തൊരു കഥ എന്നാ പറയണത്? ചോദ്യം ഉത്തരവ് നിങ്ങൾ തന്നെ പറയണ. എന്നാ ആളുകൾ ഇടപെടരുത്, ആളുകൾ ആരും ഇടപെടരുത്. എന്തൊരു കഥയാണിത്? ഒരു സഹോദരൻ വന്ന് ചോദിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളെന്തൊരു പൊറുതികേട്, എട്ടിപ്പറ്റ തിരക്ക് സമുദായത്തിൽ നിൽക്കും. നിങ്ങളൊരു ആയത്താ ചോദിച്ചത്. ഞങ്ങൾക്ക് നിങ്ങൾ പറയും പോലെ അങ്ങ് പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾക്ക് അതിന് പ്രമാണം, തെളിവ്, തഫ്സീർ ഒക്കെ എടുക്കണം. ഇതിന്റെ കരച്ച് പറയണം. അതാണ് ഞങ്ങളുടെ സ്വഭാവം. അതിനാണ് ഞങ്ങളതിന് പണി കേൾപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾക്ക് തഫ്സീർ എടുക്കണം. ഞങ്ങൾക്ക് ആയത്തിന് തഫ്സീർ എടുത്ത് വായിച്ചു തരാൻ ചെയ്യും. ഇവിടെ അദ്ദേഹം ചോദിച്ചത് വമൻ അദ്ലമു, അല്ലേ? വമൻ അദ്ലമു മിമ്മൻ യദ്ഉ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. വമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ യദ്ഉ, വമൻ അദ്ലമു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്ത അല്ലാഹുവിന് പുറമെയുള്ള ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരെ ആരാധിക്കുന്നവർ ആരാണ്? ഖുർആൻ പറയാം, ഒമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ, ഒരുത്തരേക്കാൾ. യദ്ഉ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദുആഉ ഹുവൽ ഇബാദ, അവർ ആരാധിക്കുന്നു. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം നൽകാത്ത വസ്തുക്കളെ, അത് ദൈവങ്ങൾ, ബിംബങ്ങളെ ആരാധിക്കുന്ന മക്കത്തെ മുശ്രിക്കുകളോട് അവരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. എല്ലാ തഫ്സീറുകളിലും കണക്ട് കൊടുക്കാൻ പറ്റും. ചാർജറുണ്ട്, ഇതിന് കണക്ട് കൊടുക്കാൻ പറ്റുമോ മാനി? ചാർജർ ഒന്ന് കണക്ഷൻ കൊടുക്കാൻ പറ്റുമോ?
ലാപ്പ് ഫോണ് കറണ്ട് തീർന്നിട്ട് ഓഫായത്. കിതാബിന്റെ അടുത്ത് വായിച്ചു തരാൻ കരുതിയിട്ടാ. കിതാബിന്റെ ഇബാറത്തന്നെ ഏത് റാസിയാ പറഞ്ഞത്, ഏത് മുഫസ്സിറാ പറഞ്ഞത്, ഞങ്ങളെ വക പറയണ്ടെന്ന് കരുതിയിട്ടാ. ഞങ്ങൾ അങ്ങനെ എത്രയേ പറഞ്ഞോളൂല്ലോ. ഒരു വാക്കും ഞങ്ങളെ വക പറയില്ല, എല്ലാം കിതാബിന്റെ വെളിച്ചത്തിൽ മാത്രം. ഈ ആയത്തിൽ പറഞ്ഞത് ബിംബാരാധകരായ ആളുകൾ, അവർ ബിംബത്തിനെ ആരാധിക്കുന്നു. അവരോട് പറയണം മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവരുടെ ദുആ, അവരുടെ ഇബാദത്ത് സ്വീകരിക്കുകയോ ആ ഭാഗത്ത് തിരിയോ ചെയ്യാത്ത, ഈച്ച വന്നിരുന്നാൽ പോലും ആട്ടാൻ കഴിയാത്ത ഈ ബിംബങ്ങളെ ആരാണ് ആരാധിക്കുന്നത്? ആ ആരാധിക്കുന്നവരെക്കാളും വലിയ അക്രമി ആരാണുള്ളത് എന്ന് ബിംബാരാധകരെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞ ആയത്താണ്. അതിന് ആരാധന അർപ്പിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. കേൾക്കുക, ശരിക്കും കേൾക്കുക. അപ്പൊ അവരെ ആരാധിച്ചുകൂടാ, കാരണം അത് ആരാധനക്ക് അർഹരല്ല. അതേ സ്ഥാനത്ത് മുസ്ലിമീങ്ങളായ നമ്മൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്. ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. പ്രാർത്ഥനയും അള്ളാഹുവിനോട് മാത്രമാണ്. എന്നാൽ അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകളോട് നമ്മൾ സഹായം തേടുന്നുണ്ട്. എങ്ങനെ സഹായം തേടുന്നുണ്ട്? നിങ്ങൾ എന്നോട് ചോദിച്ചത് ഒരു സഹായത്തേട്ടമാണ്, ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിച്ചത് സഹായത്തേട്ടമാണ്. ഔലിയാക്കളോട് അവരെ മുഅ്ജിസത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കും. അമ്പിയാക്കളോട് അവരെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കും. ഈ സഹായം ചോദിക്കലെന്ന് അവരെ ആരാധിക്കലല്ല, അവരെ ദൈവങ്ങളാക്കലല്ല, അവരെ ആരാധ്യ വസ്തുക്കളാക്കലല്ല. അതുകൊണ്ട് ആ ആയത്തിൽ തമ്മിൽ ഒരു എതിരുമില്ല എന്ന് വളരെ കൃത്യമാണ് എന്ന് ആ ആയത്തിന്റെ തഫ്സീറുകളൊക്കെ പരിശോധിച്ചാൽ അറിയാം. അദ്ദേഹത്തിനെ പരിഗണിക്കണം, അദ്ദേഹത്തിന് തീരട്ടെ, എന്നിട്ട് നമുക്ക് പറഞ്ഞത് തെറ്റാണ്. എന്താ പറഞ്ഞാല് അതിന് താഴത്തെ പുസ്തകം ഓതണം. എന്താ പുസ്തകം ആയത്ത് വൈദാ ഹുശറന്നാസു കാനൂ ലഹും മഅദാഹൻ വകാനൂ ഇബാദത്തിഹിം ഗാഫിലീൻ. നാളെ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചു അവർ നിങ്ങളെ ശത്രുക്കളായി തീരും. അവിടെ വിഗ്രഹവും കല്ലും മുള്ളും ഒരിക്കലും സംസാരിക്കില്ല. അതിന് കൃത്യവിധ തഫ്സീർ കൊടുക്കുന്നത് അമ്പിയാക്കളും ഔലിയാക്കളും ജിന്നും മലക്കും കല്ലും മുള്ളും ഇതാണ്. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞത് തെറ്റാണ്. അതുകൊണ്ട് ഉസ്താദ് നേരത്തെ പറഞ്ഞു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും എങ്കിൽ പരസ്പരമുള്ള സഹായം. ഉസ്താദിനോട് ഞാൻ ചോദിക്കുന്ന സഹായം, അതുപോലെ മൊയ്തീശയ്ക്ക് മരിച്ചു കഴിഞ്ഞാൽ ആ സഹായം പരസ്പര സഹായമാകും. ഉസ്താദിനെ സഹായം ചോദിക്കുന്നത് അത് പരസ്പര ബന്ധമുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ചവരോട് സഹായം ചോദിച്ചത് ഇസ്ലാമിൽ തെളിവുണ്ടോ? റസൂലിന്റെ സഹാബത്തും കാണിച്ചിട്ടുണ്ടോ? അതിനാണ് മറുപടി പറയുന്നത്. അല്ലെങ്കിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറഞ്ഞിട്ട് നമ്മൾ പരസ്പരം സഹായം ചോദിക്കുന്നില്ല, എല്ലാവരും പരസ്പരം സഹായം ചോദിച്ചൂടെ? അതാണ് അങ്ങനെ പറഞ്ഞിട്ട്. അതല്ല, മരിച്ചതിന് ശേഷം ഒരു മിനിറ്റ് ആയില്ല, എന്റെ കഴിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞു ബൈദാ ഹുശറന്നാസു കാനൂ ലഹും മഅദാഹൻ വകാനൂ ഇബാദത്തിഹിം ഗാഫിലീൻ. ആ രണ്ടാമത്തെ ആയത്ത് ഉസ്താദ് വിശദീകരിക്കണം. അവിടെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നാളെ പരലോകത്ത് നിങ്ങൾ ശത്രുക്കളായി തീരുമെന്ന് പറഞ്ഞാൽ അവിടെ കുർത്തവി പറയുന്നത് അവിടെ ഔലിയാക്കളും അമ്പിയാക്കളും ജിന്നും മലക്കും കല്ലും എല്ലാം പെടുന്നതാണ്. നിങ്ങൾ പറഞ്ഞ വിഗ്രഹവും മാത്രമേ പെടും. എങ്കിൽ അവര് ശത്രുക്കളായി തീരണമെങ്കിൽ വിഗ്രഹം ഉണ്ടൂലല്ലോ, നമുക്കറിയാലോ. വിഗ്രഹം ഒരിക്കലും സംസാരിക്കില്ലല്ലോ. ഒരിക്കൽ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞില്ലേ അതിനത്ര വിവരം എന്നാലും പിന്നെ അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഞങ്ങൾ വിവരം ഇല്ലാതെ അങ്ങേറ്റ ശരിക്കും ഉസ്താദ് പറഞ്ഞ തെറ്റാ നിങ്ങൾ പറയാൻ പാടില്ല. വിവരം ഇല്ലാത്തവൻ പറയാം ഉസ്താദ് പറഞ്ഞ തെറ്റാണ്. ഉസ്താദ് വിവരം ജനങ്ങളോട് പറഞ്ഞോട് ഓ പറയാ ഉസ്താദിന് വിവരമുണ്ട്, എനിക്ക് വിവരമില്ല, എന്നിട്ട് ഓൻ പറയാം ഉസ്താദ് പറഞ്ഞ തെറ്റാ. വിവരം ഇല്ലാത്തവനാ വിവരമുള്ളവനോട് തെറ്റെന്ന് പറയണത് എന്ത് പൊട്ടത്തരായി? നിങ്ങളെന്തിനാണ് ബേജാറാണത്? ഒരു ഇതും നിങ്ങളവിടെ ഇരിക്കുക, അതൊന്നും വേണ്ട, ഇത് കഴിയട്ടെ, നിങ്ങൾ ആരും ബേജാറാണ്ട. എന്താണ് പറഞ്ഞത്? ഇപ്പൊ മൂപ്പര് കുർത്തുബി, ഞാൻ നിങ്ങൾക്ക് കുർത്തുബി തരട്ടെ. നിങ്ങൾ ആ കുർത്തുബി എന്ന് വായിച്ചത് ഒന്നാമത്. നിങ്ങൾക്ക് ഞാനിപ്പോ കുർത്തുബിന്റെ തഫ്സീറിന്റെ ഇബാറത്ത് നിങ്ങളുടെ കയ്യിൽ തരട്ടെ. ഞാൻ ചോദിക്കട്ടെ, അതിന് വേറെ ഒന്നും എന്റെ വയന്ന് പറയണ്ട. ഇന്റെ ഞാൻ അർത്ഥം വെച്ച് തരാം. ഞാൻ ഓരോ കേൾക്കോളൂ, സത്യത്തിന്റെയും അറിവിന്റെയും ശത്രുക്കളാൻ പാടില്ല. ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾ. ഇദ്ദേഹം പറയാൻ തൊട്ടടുത്ത ആയത്ത് വിശദീകരിക്കൂ. 10 മണി കഴിഞ്ഞിട്ടും പെർമിഷൻ കഴിഞ്ഞിട്ടും പറയരുത് എന്ന് ആളുകൾ പറഞ്ഞിട്ടും പറയാൻ തന്നെയാണ് ഞാൻ സന്നദ്ധൻ. എന്ന ആയത്തിന് ഞാനിതാ അർത്ഥം പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞല്ലോ കുർത്തുബിയിലുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോ കുർത്തുബി നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ കുർത്തുബിയിലായി പാർട്ട് കാണിച്ചു തരുമോ? ഞാൻ ചോദിക്കാം. മൈക്കോട്ടെ, അതിന് ഉത്തരം പറഞ്ഞാൽ മതി, വേറെ ഉത്തരം കേൾക്കണ്ട, വയത് പറയണ്ട. അല്ല ഞാൻ പറയാം.
അത് ഞാൻ പറയാൻ തന്നെ നിൽക്കുകയാണ്. ഹലോ, നിങ്ങൾ പറഞ്ഞ് മമൻ അവല്ല മിമ്മൻ അദൂന മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇ മാഫിലും. അത് അവിടെ പറഞ്ഞത് അത് കല്ലും അല്ല, അങ്ങനെയല്ല ചോദ്യം. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഖുർത്തുബിയിൽ ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് വായിച്ചു തരുമോ? അള്ളാഹു അവിടെ അവസാനിപ്പിച്ചില്ല. രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ പറയുന്നുണ്ട് വൈദാ ഹുശിറൻ നാസു കാനൂ ലഹും അദാഹം വകാനൂ ഇബാദി കാഫിരീൻ. അതിലടുത്ത് ഉസ്താദ് ശരിക്കും പറഞ്ഞാൽ മതി. ഞാൻ പറയാൻ പോവാണ്. ഞാനിപ്പോൾ പറയാൻ പോവാണ്. വൈദാ ഹുശിറൻ നാസു കാനൂ ലഹും അദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഈ ആയത്ത് നിങ്ങൾക്ക് മറുപടിയാണ്. ഞാനത് വെക്കാൻ പോവാൻ അർത്ഥം. നിങ്ങൾ കേട്ടോളൂ എന്താണെന്ന്. നിങ്ങൾക്ക് കൃത്യമായി ഈ ആയത്ത് മറുപടിയുണ്ട്. പക്ഷെ നിങ്ങൾ ഖുർത്തുബിയിലുണ്ട് എന്ന് പറഞ്ഞത് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ഖുർത്തുബി തന്നാൽ നിങ്ങൾ വായിച്ചു തരുമോ? അതിന് മാത്രം ഉത്തരം കൊടുത്തു സാലിസ്. അതായത് വേണ്ട, ഖുർത്തുബി തന്നാൽ വായിക്കോയില്ലേ? അത് പറഞ്ഞു ഞാൻ വെക്കാം. അതിന് മുമ്പ് നിങ്ങളെ ചോദ്യം ക്ലിയർ ചെയ്യട്ടെ. നിങ്ങൾ അതായത് പറയരുത്. ഖുർത്തുബി ഞാൻ വായിക്കാം. ഞാൻ ആയത്തിന് അർത്ഥം വെക്കാൻ പോവാണ്. പക്ഷെ നിങ്ങൾ ഖുർത്തുബി നിങ്ങൾ വായിച്ചു തരുമോ? നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക. അതല്ല, മൂപ്പര ഖുർത്തുബിന്റെ ഊക്കൊന്ന് കാണാനാണ്. അല്ല, നിങ്ങൾ ഇവർ പറട്ടെ. നിങ്ങളെ ഓർപ്പം പറഞ്ഞ കല്ലിരിക്കാന്നല്ലേ ജനങ്ങൾ ചെറുക്കിലേക്ക് കൊണ്ടുപോയിട്ട് അല്ല വൈദ്യശേഖർ ചോദിക്കുന്നത് അമ്പാട് ചോദിക്കുമ്പോഴാവില്ലല്ലോ. തെളിവ് പറഞ്ഞുതരാം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ ഖുർത്തുബിന്റെ തഫ്സീർ ഇങ്ങൾക്ക് തന്നാ വായിക്കുമോ നിങ്ങൾ ചോദിച്ചത്. അതിന് ഉത്തരം പറഞ്ഞോട്ടെ. ഖുർത്തുബിന്റെ തഫ്സീർ നിങ്ങൾക്ക് തന്നാ വായിക്കുമോ ഇല്ലേ? ഖുർത്തുബിന്റെ തഫ്സീർ നിങ്ങൾക്ക് അപ്പൊ ഇരുന്നാടി എഴുതോളിയോടുന്നു സൂക്കാടിപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നാ ഞാൻ അർത്ഥം വെച്ചാൽ മൂപ്പർക്ക് ഖുർത്തുബി കാണുമ്പോൾ തൂറാൻ പറ്റുന്നുണ്ടതാ. അവിടെ ഇരുന്നോളൂ, ഞാൻ പറഞ്ഞു കേട്ടോളൂ. ഇവര് വിചാരിക്കണത് ഈ ഖുർത്തുബിയും മറ്റൊന്നും കാണാണ്ട ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ കേട്ടോളൂ എന്താണ് ആയത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വളരെ കൃത്യമായ ആശയമാണ്. എനിക്ക് തെളിവാണ് നിങ്ങൾ ഓതിയത്. എന്താ ഓതിയെന്നറിയോ? വൈദാ ഹുശിറൻ നാസ്, ജനങ്ങളെ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവന്നാൽ കാനൂ ലഹും അദാഅ, ഇവർ ആരാധിക്കപ്പെട്ട വസ്തു ഇവർക്കെതിരെ ശത്രുക്കളാവും. ആരാധന ഇബാദത്ത് ചെയ്തത് എന്നിട്ടോ കാനൂ ആ ആരാധ്യ വസ്തുക്കളാകും. ഇബാദത്തിഹിം, ഇവർ ഇബാദത്ത് ചെയ്തതിന് വിളിച്ച് സഹായം തേടിയതിനെയല്ല, വിളിച്ചതിനെയല്ല, സഹായം തേടിയതിനെയല്ല, ഇബാദത്താണ്. വകാനൂ അവരാകും. അബൂജഹലിന്റെ സ്വഭാവം കാണിക്കരുത് കേട്ടോ. പറയുന്ന കേട്ട് മനസ്സിലാക്കുക. ഇത്ര ആളുകൾ പറയുന്ന കേട്ട് മനസ്സിലാക്കുക. അതല്ലേ വേണ്ടത്. വകാനൂ ഇവരാകും ഇബാദത്തിഹിം, ആ ഇബാദത്ത് ചെയ്തതിന്. അപ്പൊ ഇബാദത്താ ചെയ്തത്, വിളിച്ചു തേടിയതല്ല, സഹായ തേട്ടല്ല, ഇബാദത്താ ചെയ്തത്. സഹായ തേട്ടം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അവർ ഇബാദത്ത് കൊണ്ട് കാഫിരീൻ നിഷേധിക്കും. വിഗ്രഹങ്ങൾ എങ്ങനെയാ പരലോകത്ത് സംസാരിക്കുക? വിഗ്രഹങ്ങൾ നാളെ മഹ്ശറയിൽ സംസാരിക്കും. വിഗ്രഹങ്ങൾക്ക് നാളെ അല്ലാഹു തആല സംസാരിപ്പിക്കും. കല്ലുകളും മുള്ളുകളും മരങ്ങളും ജീവികളും നിർജീവികളും അവിടെ സംസാരിക്കും. അൽയൗമ യഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും. മനുഷ്യന്റെ വായല്ല സംസാരിക്കുക, കയ്യാ സംസാരിക്കുക. ഇതെങ്ങനെ? ആരാധിക്കപ്പെട്ട വിഗ്രഹം എങ്ങനെ നിഷേധിക്കും? വിഗ്രഹത്തെ കൊണ്ട് അല്ലാഹു